രാത്രി വരെ 114 അധ്യായങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതി കേട്ടവരാണ് നമ്മൾ. നമുക്ക് എപ്പോഴാണ് ഇതല്ലാതെ ഒരു സമയം കിട്ടുക? ഏത് യാത്രയിലാണ് നമുക്ക് ഖുർആൻ മുഴുവനും ഓതി കേൾക്കാൻ കഴിയുക? ഏത് ദിവസമാണ് നമുക്ക് ഖുർആനിനെ ഒന്ന് ഓതി കേൾക്കാൻ സാധിക്കുക? വിശുദ്ധമായ ഖുർആനിനെ ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾക്കാൻ നമുക്ക് കിട്ടുന്ന ദുനിയാവിലെ അവസരമാണ് തറാവീഹ് നമസ്കാരമെങ്കിൽ 27 രാത്രികളിൽ ഇമാമിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓരോ ദിവസവും നമ്മൾ കേട്ട് കാത് കൂർപ്പിച്ച് സാഗൂതം വിശുദ്ധ ഖുർആനെ കേട്ട് ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് അതിന്റെ ആശയങ്ങൾ ആഴ്ന്നിറങ്ങി വിശുദ്ധമായ ഖുർആനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് പോയവരാണ് നമ്മൾ. ഈ വിശുദ്ധ ഖുർആനിന്റെ ഖത്മ ഇവിടെ നടക്കുന്ന രാത്രിയാണ് ഇന്ന്. സൂറത്തുൻ നാസ് വരെ ഓതി വിശുദ്ധമായ ഖുർആനെ ഖത്മ ചെയ്തപ്പോൾ ആ ഖത്മ ചെയ്ത ഖുർആനിന്റെ ദുആ നടക്കുന്ന വേദി ഒന്ന്. മറ്റൊന്ന്, നിങ്ങളുടെ ചോരയും നീരും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി നിങ്ങൾ നൽകിയ ഓരോ ചില്ല് കാശുകൊണ്ട് ഇവിടെ നിന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ട ആ മക്കളെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഇവിടെ നിരന്തരം ഉസ്താദുമാര് വല്ലാത്ത പരിശ്രമങ്ങൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മനനം ചെയ്ത് ആ വിശുദ്ധമായ ഖുർആനിനെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 6666 ആയത്തുകളെ മനനം ചെയ്ത 4 ഹിഫ്ള് പഠിച്ച ഹാഫിളീകളായ പൊന്നുമക്കളുടെ അവസാന പാഠഭാഗം കേൾക്കുന്ന മനോഹരമായ രാത്രി കൂടിയാണ്. എന്തുകൊണ്ടും വിശുദ്ധ ഖുർആൻ നമുക്ക് വല്ലാത്തൊരു വികാരമാണ്. വിശുദ്ധ ഖുർആന് വികാരമല്ലാത്ത ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ? വിശുദ്ധമായ ഖുർആൻ വികാരമല്ലാത്ത ഒരു സത്യവിശ്വാസിയെ ഭൂമി ലോകത്ത് കാണാൻ കഴിയുമോ? എന്താണ് വിശുദ്ധമായ ഖുർആൻ? എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഓതി കേൾക്കുന്ന, എല്ലാ വർഷവും 27 രാവിലെ നമ്മൾ വിശദീകരിച്ച് കേൾക്കുന്ന വിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ തന്നെ പ്രപഞ്ചത്തിന്റെ തന്നെ കാറ്റലോഗായ പരിശുദ്ധ ഖുർആൻ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതി ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി, പുരാതന കാലത്തെ പ്രാകൃതന്റെയും പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖരത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ അള്ളാഹുവിന്റെ കലാം ഓതി നമ്മൾ കേൾക്കുമ്പോൾ, വിശുദ്ധമായ ഖുർആനിന്റെ ഹാഫിളീങ്ങളെ ആദരിക്കുമ്പോൾ, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. എന്തുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനെ അല്ലാഹു തആല ഖദറിന്റെ രാത്രിയിൽ ഇറക്കിയത്? ഇതേ റമദാനായിരുന്നില്ലേ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത്? ഇതേ രാത്രിയിലായിരുന്നില്ലേ ഇൻജീൽ അവതരിപ്പിക്കപ്പെട്ടത്? ഇതേ രാത്രിയിലായിരുന്നില്ലേ സബൂർ അവതരിപ്പിക്കപ്പെട്ടത്? ഇതേ രാത്രിയിലല്ലേ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിനെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കേവലം പാരായണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മരണ വീട്ടിലോതാൻ വേണ്ടി മാത്രമോ അല്ലെങ്കിൽ ആപത്ഘട്ടങ്ങളിൽ ഏതെങ്കിലും ആയത്തുകൾ ഓതിയിട്ട് ആശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു തെന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുളിർമഴയായി കാർമേഘം ഇരുണ്ടുമൂടി കിടക്കുമ്പോൾ 1000 കർക്കടകം പെയ്യിക്കുന്നത് പോലെ അനുഗ്രഹങ്ങളുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും തൂവൽ സ്പർശമായി വിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ നമുക്ക് ഓതി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് മാത്രമാണോ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധമായ ഖുർആൻ ഇന്നലെ സൂറത്ത് യാസീൻ അതിന്റെ പഠനം അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയത്തിന്റെ ഒരു ചെറിയ സൂചന ഞാൻ പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആൻ ഇന്ന് ഈ ഭൂമി ലോകത്ത് നമുക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ആ വിശുദ്ധ ഖുർആൻ നമുക്ക് ഹാദിയാണ്. വിശുദ്ധമായ ഖുർആനാണ് നമ്മെ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്നത്. വിശുദ്ധ ഖുർആനാണ് നമ്മെ ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഏറ്റവും വലിയ പരിമളത്തിന്റെ കസ്തൂരിക്കുന്നിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ മനുഷ്യരായി ജീവിക്കാനും മനുഷ്യരായി തന്നെ വളരാനും പ്രേരിപ്പിച്ചത്. ഏതെല്ലാം മോശമായ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ആളുകളെയും വിശുദ്ധമായ ഖുർആൻ നേരെ കൈപിടിച്ചു കൊണ്ടുപോയി. ചെറിയ പ്രായത്തിൽ അജിയാദിന്റെ മലമടക്കുകളിൽ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്ന ഖത്താബിന്റെയും ഹംദമയുടെയും മകനായി ജനിച്ച് യുവാവായിരുന്നപ്പോൾ സിറിയയിൽ പട്ടുവസ്ത്ര വ്യാപാരിയായി മാറി. പിന്നീട് ഉഖാബ ചന്ത എന്ന് പറയുന്ന ത്വായിഫിന്റെ തൊട്ടടുത്തുള്ള ചന്തയുടെ മുതലാളിയായി മാറിയ ദാറുൻ നദവയുടെ ക്യാബിനറ്റിൽ വെച്ച് ആരാണ് മുഹമ്മദിനെ കൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് ഊരിപ്പിടിച്ച ഖഡ്ഗവുമായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉടലിൽ നിന്ന് ശിരസ്സെടുത്ത് കബദ്ധമാക്കാൻ വേണ്ടി പോയ
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ലോകത്താദരിക്കപ്പെടുന്ന വ്യക്തി പ്രഭാവത്തിന്റെ ഉജ്ജ്വലമായ നാമമാക്കി മാറ്റാൻ കഴിഞ്ഞത് 4 റക്അത്ത് കഴിഞ്ഞ് 8ാമത്തെ റക്അത്ത് അവസാനിക്കുമ്പോൾ ഇവിടെ നമ്മൾ 26 ദിവസവും 27 ദിവസവും ഉറക്കെ നമ്മൾ ചൊല്ലിയത് പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വാളെടുത്തു വന്ന ഒരു മനുഷ്യന്റെ പേര് കേട്ടപ്പോൾ ഇവിടെ നമ്മൾ ആർത്തുലച്ചു വരുന്ന തിരമാലകൾ പോലെ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ വാളോങ്ങി വന്ന ഖത്താബിന്റെ മകൻ ഉമർ എന്ന് പറയുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ തർബിയത്ത് ചൊല്ലിയവരാണ്. ഈ രാത്രിയിൽ നമ്മൾ ചൊല്ലിയ 8ാമത്തെ റക്അത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധമായ ഖുർആനിനെ മുറുകെ പിടിക്കാൻ തീരുമാനിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് ഹാദിയായി, വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് സന്മാർഗമായി മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ദുനിയാവിലെ വിശുദ്ധ ഖുർആൻ നമുക്ക് ഹാദിയാണ്. ഈ ഹാദിയായ വിശുദ്ധമായ ഖുർആൻ നമ്മൾ മരണപ്പെട്ട് ഖബറിലേക്ക് പോയാൽ ഹാദി എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന്, ഹിദായത്ത് എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് വിശുദ്ധമായ ഖുർആൻ ഇമാമത്തി എന്ന് പറയുന്ന പദവിയിലേക്ക് മാറുകയാണ്. പിന്നീട് വിശുദ്ധമായ ഖുർആനെ ഖബറിൽ ഹാദിയല്ല, വിശുദ്ധമായ ഖുർആൻ പിന്നെ ഖബറില് 2 മാലാഖമാര് മലക്കുകൾ 2 പേര് കടന്നു വന്നിട്ട് എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് ഇമാമുക്ക എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോൾ, മഹല്ലിൽ ഇമാമത്ത് നിൽക്കുന്ന കല്യാണത്തിന് നേതൃത്വം നൽകുന്ന പള്ളിയിൽ ഖതീബായി ഖുതുബയോതുന്ന ഇമാമിന്റെ പേരല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് വൽ ഖുർആനു ഇമാമി എന്ന് ഖബറിൽ കിടന്നുകൊണ്ട് മറുപടി പറയുമ്പോഴാണ് വിജയത്തിന്റെ വാതായനങ്ങൾ സ്വർഗത്തിന്റെ പാറാവുകാരായ മലക്കുകൾ നമുക്ക് തുറന്നു തന്നിട്ട് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിന്റെ പരിമളം നമ്മുടെ ഖബറിലേക്ക് അനുസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഖബറിൽ ഈ വിശുദ്ധ ഖുർആൻ ഹിദായത്ത് എന്ന ഹാദിയിൽ നിന്ന് ഇമാമത്ത് എന്ന ഇമാമിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖബറിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പരലോകത്തേക്ക് എത്തുമ്പോൾ ഈ വിശുദ്ധമായ ഖുർആൻ ഹാദി എന്ന പദവിയിൽ നിന്ന് ഇമാം എന്ന പദവിയിലേക്ക് മാറിയ വിശുദ്ധ ഖുർആൻ വീണ്ടും പരിവർത്തനത്തിന് വിധേയമായി കൊണ്ട് അവിടെ വിശുദ്ധ ഖുർആൻ ഷാഫിയായി മാറുകയാണ്. പിന്നെ നമ്മുടെ ഖുർആൻ ഹാദിയല്ല, പിന്നെ ഖുർആൻ ഇമാമല്ല, പിന്നെ നമ്മുടെ വിശുദ്ധമായ ഖുർആൻ അവിടെ ശുപാർശകനായി മാറുകയാണ്. വിശുദ്ധമായ ഖുർആനിലേക്ക് നിങ്ങൾ വരിക. സൂറത്ത് സുമർ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി وتقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് സുമറിന്റെ 23ാമത്തെ വചനമാണ്. അല്ലാഹ് പറയുകയാണ്, ഈ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് ഹാദിയാണ്, നിങ്ങൾക്ക് സന്മാർഗം തെളിച്ചു തരുന്നത് ഖുർആനാണ്. ലോകത്ത് ഞങ്ങളാണ് നേരായ പാതയിലേക്ക് നയിക്കുന്നത്, നയിപ്പിക്കുന്നത്, ഞങ്ങളാണ് ദിശ കാണിക്കുന്നത്, അല്ല നിങ്ങളല്ല. ഞങ്ങളുടെ വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഏറ്റവും വലിയ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥമായി ഞങ്ങളെ സൂക്ഷിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനാണ് ഹാദി. നമ്മളെ മനുഷ്യനാക്കി വളർത്തിയത് ഖുർആനാണ്. നമ്മളെ ഏറ്റവും നല്ല ഉചിതമായ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത് ഖുർആനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളില് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്തിവിട്ടത് ഖുർആനാണ്. ആശ്വാസത്തിന്റെ എല്ലാ നിലയിലുമുള്ള സാന്ത്വനത്തിന്റെ വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്നത് മാത്രമല്ലല്ലോ, മൃഗീയതയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ഏറ്റവും വലിയ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുപോയത് ഖുർആനാണ്. അതാണ് പറഞ്ഞത്, ഹാദിയാണ് ഖുർആൻ, ഹാദിയാണ് ഖുർആൻ. അത് കഴിഞ്ഞിട്ടോ രണ്ടാമത് മരണപ്പെട്ട് ഖബറിലേക്ക് പോകുമ്പോൾ ആ ഖബറിനകത്ത് പിന്നെ ഖുർആൻ ആരാണ്? സൂറത്തുൽ അഹ്ഖാഫ് 12ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, വമിൻ ഖബലിഹി കിതാബു മൂസാ ഇമാമു വറഹ്മാ വഹാദാ കിതാബുൻ മുസദ്ദിഖുൽ ലിസാനൻ അറബിയ്യൻ ലിയുൻദിറൽ ലദീന ളലമൂ വബുശ്റാ ലിൽ മുഹ്സിനീൻ. വിശുദ്ധമായ ഖുർആൻ ഖബറിൽ പിന്നെ ഇമാമാണ്. ഇത് പറഞ്ഞത് അഹ്ഖാഫാണ്. തൗറാത്തിനെ പറ്റി കേട്ട് അല്ലാഹു പറഞ്ഞത് ഇമാമും വറഹ്മ, കാരുണ്യത്തിന്റെയും അതുപോലെ നേതൃത്വത്തിന്റെയും പ്രതീകമാണ് തൗറാത്ത് എന്ന് പറയുമ്പോൾ ആ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വാസ്തവീകരിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ആ പരിശുദ്ധമായ ഖുർആൻ ഇമാം തന്നെയാണ്.
ആരോരുമില്ലാത്ത ഖബറിന്റെ ഏകാന്തതയില് ഭാര്യയില്ല, ഭർത്താവില്ല, പ്രിയപ്പെട്ട മക്കളില്ല, മാതാപിതാക്കളില്ല, സുഹൃത്തുക്കളില്ല, നേതാക്കന്മാരില്ല, അണികളില്ല, ഗുരുനാഥന്മാരില്ല, ശിഷ്യഗണങ്ങളില്ല, ഇണകളില്ല, തുണകളില്ല, ആരോരുമില്ലാതെ ഖബറിൽ കിടക്കണമെന്ന് ചെറുപ്പക്കാരാ, ഖബറിൽ കിടക്കണമെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓഡിറ്റോറിയത്തിൽ ഇരുന്നെന്നെ കേൾക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഖബറിന്റെ ഉള്ളറകളിൽ ഒറ്റയ്ക്കാണ് നമ്മൾ കിടക്കുക. എവിടെ? നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നവർ ഇതേപോലെ 27-ാം രാവിലെ നമ്മൾ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കസേരകളിൽ നിരന്നിരുന്നവരെ നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിന്റെ സമയത്ത് മരണപ്പെട്ടു പോയ ഈ അൽ ഫുർഖാൻ ഖുർആൻ അക്കാദമിയുടെ നെടുന്തൂണായിരുന്ന മർഹൂം അൽഫാ ഹാജി എവിടെ? വലിയ പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കവറും പിടിച്ചുകൊണ്ട് നേരം പുലരുന്ന സമയത്ത്, സുപ്രഭാതം വീശുന്ന സമയത്ത്, കിഴക്കൻ ചക്രവാളം അരുണകിരണങ്ങൾ പ്രകടമാകുന്ന സമയത്ത് ഓരോ വീടുകളിൽ ചെന്നിട്ട് ഞങ്ങളുടെ ഖുർആനിനെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഖുർആനിനെ നിങ്ങൾ ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ് ഓരോ വീടുകളിൽ ചെന്നിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് ഈ ഖുർആനിന്റെ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തിയ ബഹുമാനപ്പെട്ട മർഹൂം യൂസുഫ് സാദ് ഇവിടെ വലിയ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കൊല്ലം ഇവിടെ ഉണ്ടായിരുന്ന ഈ പള്ളിയുടെ ഓരോ ചുവടുവെപ്പിനും കൂടെ നിന്ന മർഹൂം ബഷീർ ഹാജി ഇവിടെ പ്രിയപ്പെട്ടവരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം പെട്ടു. ഇതേപോലെ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരുന്നപ്പോൾ ആരാണ് ഖുർആനിന് വേണ്ടി സഹായിക്കുന്നത്, ആരാണ് ഖുർആനിനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു തരാമെന്ന് പറഞ്ഞ എത്രയോ സഹോദരങ്ങൾ, പേര് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേര് പറയാതിരുന്നാൽ അത് അനീതിയായി പോകും. പക്ഷേ നാവിൽ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന കുറെ പേരുകൾ, സീനത്താജി അടക്കമുള്ളവർ, പ്രിയപ്പെട്ടവരെ ഒന്നല്ല നൂറുകണക്കിന് സഹോദരങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത എത്രയോ പ്രിയപ്പെട്ടവര്, പേരറിയാത്ത ഓർമ്മയിലും മുഖം ഇങ്ങനെ മിന്നിമറയുന്ന എത്രയോ പേര് പ്രിയപ്പെട്ടവരെ ഇന്ന് ഖബറിലാണ്. ആ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് നാളെ എന്നെ വെക്കണം. അടുത്ത 27-ാം രാവിലെ ഒരു പക്ഷേ ഞാൻ ഈ പീഠത്തിന്റെ മുമ്പിൽ ഉണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ ഉണ്ടാകുമോ? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പരിപാലകരുണ്ടാകുമോ? അറിയില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത മനുഷ്യന്റെ ജീവിതത്തില് പ്രിയപ്പെട്ടവരെ നാളെ മരണപ്പെട്ടു പോയ 6 അടി മണ്ണിനകത്തളങ്ങളിലേക്ക് നമ്മളെ എടുത്തു വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമാ മിനല്ലാഹി സലാം ഫൈകലാക വഅജ്ലസാക വസലാക മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക വമാ ഇമാമുക എന്ന് ചോദിച്ചുകൊണ്ട് 2 മാലാഖമാരും മുൻകർ എന്ന് പറയുന്ന മലക്കും നകീർ എന്ന് പറയുന്ന മലക്കുമല്ല, രണ്ടുപേരും മുൻകറാണ്, രണ്ടുപേരും നകീറാണ്. ഒരാള് മുൻകറും അടുത്തയാള് നകീറുമല്ല, രണ്ടുപേരും മുൻകറാണ്, രണ്ടുപേരും നകീറാണ്. എന്തേ മുൻകർ എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ അവരെ കണ്ടിട്ടില്ല ആരും തന്നെ. നകീർ എന്ന് പറഞ്ഞാലും മുകളിൽ നിന്ന് താഴോട്ട് വരുന്നവരല്ല. തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകളും മുകളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്, പിന്നിൽ നിന്നും മണ്ണിലേക്കാണ് വരുന്നത്. 2 മലക്കുകൾ ഒഴിച്ചിട്ട് ആ 2 മലക്കുകളും മുൻകർ നകീറാണ്. അവരെവിടെന്നാ വരുന്നത്? മുകളിൽ നിന്ന് താഴോട്ടല്ല, ഭൂമി കുത്തിപ്പിളർന്നിട്ടാ മുകളിലേക്ക് വരിക. അങ്ങനെയാണ് നകീർ എന്ന് പേര് കിട്ടിയത്. ആ 2 മലക്കുകൾ കബറിന്റെ അകത്തളങ്ങളിൽ വന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുമ്പോ പ്രിയപ്പെട്ടവരെ, കൂടെ കിടന്ന ചൂടും ചൂരുമേറ്റ ഭാര്യ കാണൂല, കൂടെ കിടന്ന ഭർത്താവ് കാണൂല, നെഞ്ചത്ത് കിടത്തി ഓമനിച്ച് വളർത്തിയ പൊന്നുമക്കള് കാണൂല. പ്രിയപ്പെട്ടവരെ, കൂടെ നടന്ന സഹോദരങ്ങളെ കാണില്ല, പ്രിയപ്പെട്ടവരാരും കാണൂല, തോളത്തെ കൈയിട്ട് നടന്നവരാരും കാണൂല. ഒറ്റയ്ക്ക് നമ്മൾ എങ്ങനെ കിടക്കുമ്പോ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, റബ്ബാരണ, റബ്ബാര് അല്ലാഹു റബ്ബി വമൻ നബിയുക മുഹമ്മദുൻ നബി, നിന്റെ ദീനേതാണ്? ഇസ്ലാമു ദീനി, നിന്റെ സഹോദരങ്ങളാരാണ്? മുസ്ലിമൂന ഇഖ്വാനി. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മലക്ക് ചോദിക്കുകയാണ്, നിന്റെ ഇമാമാരാണ്? ആ സമയത്ത് നമ്മൾ പറയേണ്ട മറുപടി, വൽ ഖുർആനു ഇമാമി, എന്റെ നേതൃത്വം ഖുർആനാ, എന്റെ നേതാവ് ഖുർആനാണ്. ആ ഖുർആനാണ്
ഖബറിലെ ഇമാമായി. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ദുനിയാവിലെ ഹാദിയാണ്, ഖബറിലെ ഇമാമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമിൻ ഖബലിഹി കിതാബു മൂസാ ഇമാമൻ വറഹ്മ വഹാദാ കിതാബുൻ മുസദ്ദിഖുൽ ലിസാനൻ അറബിയ്യ. അറബിയായ പരിശുദ്ധമായ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ വാസ്തവീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധമായ ഖുർആൻ ഇമാമാണ്. അവിടെ നിന്നും വന്നു, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ വന്നു. എവിടേക്കാണ് വന്നത്? നാളെ പരലോകത്ത്. അവിടെ എത്തുമ്പോ ഖുർആൻ പിന്നെ ഹാദിയല്ല, ഇമാമല്ല. ഹിദായത്തിന്റെ ഇമാമത്തിന്റെ അപ്പുറത്ത് പിന്നെ പദവി സഹോദരങ്ങളെ ശഫാഅത്തിലേക്ക് മാറുകയാണ്. ഹിദായത്തിൽ നിന്ന് ഇമാമത്തിൽ നിന്ന് ശഫാഅത്തിലേക്ക് മാറുകയാണ്. പഠിക്കണം ഖുർആൻ. ആ ഖുർആൻ പിന്നെ ഷാഫിയാണ്. ആ ഖുർആൻ പിന്നെ ഷാഫിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് അടക്കം എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു, മാമിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി. അല്ലാഹുവിന്റെ അനുമതിയോടെ പടച്ചവന്റെ തീരുമാന പ്രകാരം ചില ശാഫിഈകൾ അവിടെ വരുമെന്നാണ്. അതിന്റെ തഫ്സീറുകളിൽ കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. നാളെ പരലോകത്ത് ഖുർആനിന്റെ ആളുകൾക്ക് ഖുർആൻ ശുപാർശകനായി വരും. പടച്ചവനെ, രാത്രികാലങ്ങളിൽ എന്നെ നിവർത്തി വെച്ചിട്ട് ഓതിയവനാണ്, പകലെന്നെ എടുത്ത് പെരുമാറിയവനാണ്. ഖുർആൻ പറഞ്ഞാൽ പടച്ചവൻ കേൾക്കാതിരിക്കുമോ? കാരണം ഖുർആൻ എന്നത് പടച്ചവൻ തന്നെയാണ്. ഖുർആൻ എന്നത് പടച്ചവൻ തന്നെയാണ്. ഖുർആൻ സൃഷ്ടിയല്ലല്ലോ, ഖുർആൻ കലാമാണ്. ഞാൻ എന്ന് പറയുന്നത് എന്റെ സംസാരമല്ലേ? എന്റെ സംസാരം എന്നത് ഞാനല്ലേ? കലാമുള്ള ഖുർആൻ, ഈ ഇരിക്കുന്ന ഗ്രന്ഥം, ഈ ഇരിക്കുന്ന പുറംചട്ടയിൽ നിർമ്മിതമായ പേജുകളുള്ള ഖുർആൻ തിരൂരങ്ങാടി പ്രസ്സിൽ നിർമ്മിച്ചതാകാം, മദീന പ്രസ്സിൽ നിർമ്മിച്ചതാകാം, മലപ്പുറത്തെ ഏതെങ്കിലും പ്രസ്സിൽ നിർമ്മിച്ചതാകാം. പക്ഷെ അതിന്റെ ഉള്ളടക്കം കലാമുള്ളയാണ്. അത് പടപ്പല്ല, സൃഷ്ടിയല്ല, സൃഷ്ടാവാണ് എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ സിഫത്താണ്, കലാമാണ്. ഇത് സൃഷ്ടിയാണെന്ന് പറയിപ്പിക്കാൻ എത്ര ഇമാമികളെ ജയിലിലിട്ടു, എത്ര ഇമാമികളെ ചമ്മട്ടി പ്രകരം നടത്തി. ഇല്ല, പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല, പരിശുദ്ധ ഖുർആൻ കലാമുള്ളയാണ്. ആ കലാമുള്ളയായ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ സഹോദരങ്ങളെ, നമ്മളെ രക്ഷപ്പെടുത്തുകയാണ്. നാളെ പരലോകത്ത് ഒരു ചാൻ മുകളിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റ് ചെമ്പുതറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിഷറയില് അള്ളാഹുവിന്റെ ഖുർആൻ വന്നിട്ട് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഖുർആൻ എടുക്കുമോ? സോഷ്യൽ മീഡിയ ഒന്ന് അവസാനിപ്പിക്കുമോ? സോഷ്യൽ മീഡിയ പരിമിതപ്പെടുത്തുമോ? എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുക്ക്. തസവ്വുഫിന്റെ ഉലമാക്കൾ പറഞ്ഞത് 40 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഖത്തം തീർക്കണമെന്നാണ്. കഴിയുമോ? 40 ദിവസത്തിന്റെ ഉള്ളിൽ ഖത്മ തീർക്കണമെന്ന് പറഞ്ഞാൽ ഫാത്തിഹ മുതൽ നാസ് വരെ 40 ദിവസത്തിന്റെ അപ്പുറത്ത് ഒരു ഖത്മ ഓതാതെ പോകരുതെന്ന് പറയുമ്പോ എന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഖുർആൻ ഹാദിയാണ്, ഇമാമാണ്, ശാഫിയാണ്. ആ പരിശുദ്ധ ഖുർആനാണ് ഇവിടെ 114 അധ്യായങ്ങൾ ഓതി പൂർത്തീകരിച്ചത്. അള്ളാഹു നമുക്ക് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ നാളിതുവരെ എന്റെ 14ാമത്തെ റമദാനാണ്. ഞാൻ ഈ പള്ളിയിൽ സേവനം ചെയ്തിട്ട് 14ാമത്തെ റമദാനാണ്. 14 വർഷങ്ങളായി എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരാൾ പോലും ഈ അവസാനത്തെ ദുആയും കഴിഞ്ഞ് സുബഹിന്റെ ജമാഅത്ത് കഴിയാതെ ഒരാൾ പോലും ഇടയ്ക്ക് നിങ്ങൾക്കൊരു ചെറിയ വിശ്രമമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പുറത്തിറങ്ങി അത്യാവശ്യ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്ലാഹുവിന്റെ വീട്ടിൽ വന്നവരാണ്, നിങ്ങൾ പടച്ചവന്റെ വീട്ടിൽ വന്നവരാണ്. ആ വീട്ടിൽ വരുമ്പോൾ അതിന്റെ എല്ലാ ആദരവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം, അച്ചടക്കം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ ഓപ്പോസിഷൻ ലീഡറുടെ വീട്ടിലോ അല്ലെങ്കിൽ മന്ത്രിമന്ദിരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ എത്ര അച്ചടക്കത്തോടെയാണ് നമ്മൾ ഇരിക്കുക. വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഭവനം
ഈ ബൈത്തുള്ള എന്ന പടച്ചവന്റെ വീട്ടിലിരിക്കുമ്പോ അച്ചടക്കം നിർബന്ധമാണ്, അച്ചടക്കം അഭികാമ്യമല്ല, അനിവാര്യമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ഓരോ ചുവടുവെപ്പുകളും അള്ളാഹുവിന്റെ വീട്ടിലാണ് എന്ന ഓർമ്മയുണ്ടാകണം. മലായികത്തുകൾ മുഴുവനുമുള്ള സ്ഥലമാണ് എന്നും ഓർമ്മയുണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പാളിച്ച സംഭവിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. വിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം ഒരുപാടൊന്നും നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴോ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു സഹാബിയുടെ ചരിത്രം മാത്രം വളരെ രഹസ്യമായ നിലയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ തിരുനബി സഹാബത്തും അവിടെ ഖൈബർ വളയുന്ന സന്ദർഭം. ആ ഖൈബറിന്റെ കോട്ട വളയുമ്പോൾ അവിടെ യഹൂദികളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി പേരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അടിമയായ അദ്ദേഹത്തിന് സ്വന്തമായി പേരോ ഊരോ വീടോ മാളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കറുത്ത വർഗക്കാരനാണ്. കറുകറുത്തിരിക്കുന്ന പാതിരാത്തുടെ നിശബ്ദതകളെക്കാൾ കുറ്റിരുട്ട് പോലെ കറുത്തിരിക്കുന്ന അദ്ദേഹത്തിന് അസ്വദേഹം വിളിച്ചു, കറുമ്പ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ തൊഴിലാകട്ടെ ആട്ടിടയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം റാഹി എന്ന് കൂടി ചേർത്ത് അസ്വദ് റാഹി, കറുത്തവനായ ആട്ടിടയൻ എന്ന് വിളിച്ചു. അദ്ദേഹം അറിയുന്നു ഖൈബറിന്റെ കോട്ട വളഞ്ഞിരിക്കുകയാണ്. ആരാ ഖൈബറിന്റെ കോട്ട വളഞ്ഞത് എന്ന് ആട്ടിൻപറ്റങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഖൈബറിന്റെ കോട്ട വളഞ്ഞത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു മുഹമ്മദാണ്. ആരായി മുഹമ്മദ്? ആടറിയുമോ അങ്ങാടി വാണിഭ? ആട്ടിടയൻ അറിയുമോ അങ്ങാടിയിലെ സംസാരം? ഇല്ല. ആട്ടിടയനായ സുമദുറായി ചോദിക്കുന്ന ആരായി മുഹമ്മദ്? ഇബാദത്തിൽ നിന്ന്, അടിമകൾക്ക് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് നേരെ അല്ലാഹു എന്ന സൃഷ്ടാവിന്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന സത്യസന്ധനായ ഒരു വിശ്വസ്തനായ ഒരു പ്രവാചകനാണ്, ഒരു ദൂതനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അസ്വദുറായിയുടെ കയ്യിലുണ്ടായിരുന്ന ആട്ടിൻപറ്റങ്ങളെ മേയാൻ വിട്ടിട്ട് ആ മരുപ്പച്ചകരയായ മരുഭൂമിയുടെ മാറിടത്തിലൂടെ നടന്ന് ടെന്റിനകത്തേക്ക് പോയി. ദൂരെ മാറി നിന്ന് നോക്കുന്നു ആരായി മുഹമ്മദ്. 14 രാവിന്റെ പൗർണമിയപ്പോ ആ മനോഹരമായ ചെഞ്ചുണ്ടുകളുള്ള ഇല്ലൊട്ട പുരികക്കുടിയുള്ള പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ദന്തനകളുള്ള നീർവീതിയുള്ള നെറ്റിത്തടമുള്ള മനോഹരമായ ആ സുന്ദരമായ വദനം ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇത് ചന്ദ്രനാണോ അല്ല, ഇത് സൂര്യനാണോ അല്ല, എന്തായി കാണുന്നത് എന്ന് നോക്കി ഇങ്ങനെ അമ്പാടിച്ചു നിൽക്കുമ്പോ റിസാലത്തിന്റെ കയ്യാട്ടി വിളിച്ചു. അസ്വദുറായിയുടെ ശരീരം മുഴുവനും വിയർപ്പ് കണങ്ങളാണ്. ആടിന്റെ ദുർഗന്ധമാണ്. അദ്ദേഹം അടുത്തേക്ക് ചെന്നു. എന്നെയാണോ വിളിച്ചത്? അതെ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു. എന്താ നിന്റെ പേര്? എന്നെ എല്ലാവരും വിളിക്കുന്നത് അസ്വദുറായി എന്നാണ്. എന്താ ഇവിടെ വരാനുള്ള കാരണം? അങ്ങയൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ അങ്ങ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും ഇസ്ലാമിന്റെ പാഠങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എനിക്ക് മുസ്ലിം ആകാൻ പറ്റുമോ? അങ്ങയുടെ അനുയായിയായി എനിക്ക് മാറാൻ പറ്റുമോ? അതിനെന്താ മോനെ, നിനക്കതിന് പ്രയാസവും തടസ്സമൊന്നുമില്ല, നീ വന്നോ ഇസ്ലാമിലേക്ക്? ആ സമയത്ത് കണ്ണുകൾ നിറഞ്ഞിട്ട് അസ്വദുറായി ചോദിക്കുന്നു, എന്റെ കറുപ്പ് പടച്ചവൻ ഇഷ്ടപ്പെടുമോ? എന്റെ കറുപ്പ് നിറം അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമിക്കും വലാ ഇലാ സുമരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലാണ് പടച്ചവൻ നോക്കുന്നത്. രൂപലാവണ്യങ്ങളിലും വേഷഭൂഷാദികളിലുമല്ല പടച്ചോ നോക്കുന്നത്. ധൈര്യമായിട്ട് വന്നോളൂ. രണ്ടാമത് ചോദിച്ചു, എന്റെ വല്ലാത്ത ദുർഗന്ധമാണ്, എന്റെ വിയർപ്പും ആട്ടിൻപറ്റങ്ങളുടെ ദുർഗന്ധവും കൂടി ഇങ്ങനെ വല്ലാത്ത ദുർഗന്ധമാണ്, അങ്ങ് സഹിക്കുമോ എന്നെ? അഷ്റഫുൽ ഖൽഖ് ചേർത്തങ്ങ് പിടിച്ചു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കറുപ്പിനോട് വെറുപ്പില്ലല്ലോ, കറുപ്പിനോട് വെറുപ്പും അയിത്തവും ഇല്ലാത്ത റസൂലുള്ളാഹി തങ്ങൾ ചേർത്തങ്ങ് പിടിച്ചു. ആരെയാ പിടിച്ചത്? ഈ യഹൂദികളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന അവിടുത്തെ ഒരു ആട്ടിടയനായ അടിമയായ ഒരു മനുഷ്യനെ ചേർത്തങ്ങ് പിടിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലിമയുടെ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് ഏറ്റുപറഞ്ഞു. അവസാനം കലിമ പറഞ്ഞതിന് ശേഷം അസ്വദുറായി തങ്ങൾ ചോദിച്ചു, മുഹമ്മദ് നബിയെ, എന്റെ ആട്ടിൻപറ്റങ്ങൾ അവിടെ ഒറ്റയ്ക്കാൻ പോകൂ സഹോദര, അദ്ദേഹം ഏൽപ്പിക്കേണ്ടവരെ ആ ആട്ടിൻപറ്റങ്ങളെ ഏൽപ്പിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് ഓടി ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുവന്ന് യഹൂദിയുടെ ആ ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ട് നടന്ന
ആട്ടിടയനായ അസ്വദുറായി ആ ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുവന്ന് തന്റെ കൂടുകളിൽ അടച്ചിട്ട് അവസാനം അവിടെ നിന്ന് ഓടി റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ യുദ്ധം ആരംഭിക്കുകയാ, കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അവസാനം അസ്വദുറായി എന്ന മിനിറ്റുകൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് യഹൂദികളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്നിരുന്ന, സ്വന്തമായി പേരില്ലാതിരുന്ന ഒരു മനുഷ്യനത അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ സൈന്യത്തിൽ ഒരു അംഗമായി അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാട്ടത്തിന്റെ വീരേതിഹാസം രചിക്കുകയാ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ആരംഭിച്ചു. അവസാനം കുറെ ആളുകൾ ഷഹീദായവർ ഓരോരുത്തരെയും നോക്കി വരുമ്പോൾ അസ്വദുറായി അതാ ചോര വാർന്ന് കിടക്കുകയാണ്. അസ്വദുറായി റളിയല്ലാഹു തആല അൻഹുവിന്റെ സമീപത്തെത്തുമ്പോ പെട്ടെന്ന് റസൂലുള്ള കണ്ണങ്ങ് തിരിച്ചു കളഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ അസ്വദുറായി എന്ന് നോക്കാത്തത് നബിയെ? അസ്വദുറായി എന്താ എന്ന് ദർശിക്കാത്തത് റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്വദുറായി വെളുത്തു വെള്ളാരം കല്ല് പോലെ കിടക്കുകയാ സഹാബ. അവിടെ നിന്ന് കസ്തൂരിയുടെ പരിമളം അടിച്ചു വീശുകയാ സഹാബ. മാത്രമല്ല, ഞാൻ പെട്ടെന്ന് മുഖം തിരിച്ചതിന്റെ കാരണം എന്തെന്നറിയോ? ഹൂർലീങ്ങളുമായിട്ട് അസ്വദുറായി വല്ലാത്ത സന്തോഷത്തിലാ. എനിക്കെങ്ങനെ കണ്ടിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു വഖ്ത് നിസ്കരിച്ചിട്ടില്ല അസ്വദുറായി, ഒരു നോമ്പ് പിടിച്ചിട്ടില്ല അസ്വദുറായി, ഒരു രൂപ സക്കാത്തും സദഖയും കൊടുത്തിട്ടില്ല അസ്വദുറായി, ഒരു ഉംറയും ഹജ്ജും ഒരു തവാഫും സഅയ് ചെയ്തിട്ടില്ല അസ്വദുറായി. ആ അസ്വദുറായിയുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രണയമുണ്ടായപ്പോ, അല്ലാഹുവിനോടുള്ള സ്നേഹമുണ്ടായപ്പോ, ഖുർആനിനോടുള്ള മതിപ്പുണ്ടായപ്പോ അല്ലാഹു ഹിദായത്ത് കൊടുത്തു. ആ മനുഷ്യന്റെ പേര് എവിടെയോ ഏതോ യഹൂദികളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്നിരുന്ന സ്വന്തമായ പേര് പോലുമില്ലാത്ത മനുഷ്യന്റെ പേര് ഈ 2026 മാർച്ച് മാസം, പ്രിയപ്പെട്ടവരെ, 16-ാം തീയതി അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന ആ പേര് നമ്മൾ പറഞ്ഞ വിശ്വാസികൾ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടാ? അദ്ദേഹം ഖുർആനിനെ നെഞ്ചിലേറ്റിയപ്പോൾ അല്ലാഹു കൊടുത്ത സമ്മാനമാണ്. അല്ലാഹു കൊടുത്ത സമ്മാനമാണ്. ആലിമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഒരു ഇമാം എന്നുള്ള നിലയിൽ ഞാൻ ആലിമാണോ? അള്ളാഹുവിന്റെ ഖുർആനിനെ വരികൾക്കിടയിലൂടെ വായിച്ചുകൊണ്ട് ആഴത്തിൽ മനസ്സിലാക്കിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുടെ ഇടയില് അവരുടെ കാൽപാദം ഏതെങ്കിലും ഒരു അറബിക്കടലിന്റെ മണൽത്തരികളെ നനച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മണൽത്തരികളുടെ വില പോലും ഇല്ലാത്ത ഈ സാധുവിനെന്തറിയാം? സൂറത്ത് യാസീൻ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയുന്നതാ നിങ്ങളോട് പറഞ്ഞത്. പാപിയായ അറിവിൽ ഈ ഹതഭാഗ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്കെങ്ങനെയാണ് പണ്ഡിതൻ എന്ന് പറയാൻ കഴിയുക? പാണ്ഡിത്യത്തിന്റെ പരമോന്നതയിൽ എത്തിച്ചേർന്ന മഹത്തുക്കളുണ്ട്. കഴിഞ്ഞില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അവര് അല്ലാഹുവിനെ മനസ്സിലാക്കിയവരാണ്. അവർക്ക് കസേരകൾ വേണ്ട. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാ. അല്ലാഹു തആല ഇൽമുള്ളവരെ ഉയർത്തുമെന്ന് പറയുന്ന ആയത്തിന്റെ തൊട്ടു മുമ്പ് അതേ ആയത്ത് തുടങ്ങുന്നത് എന്താണെന്നറിയോ? ആരെങ്കിലും അടുത്തേക്ക് വന്നൊന്ന് നീങ്ങാൻ പറഞ്ഞാൽ നീങ്ങി കൊടുക്കണം. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ പറഞ്ഞാൽ മാറി കൊടുക്കണം. അത് പ്രസിഡന്റ് കസേരയായാലും, അത് സെക്രട്ടറി കസേരയായാലും, അത് ചെയർമാൻ കസേരയായാലും, അത് ഏത് കസേരയായാലും എഴുന്നേറ്റൊന്നും മാറി കൊടുക്കണം. ആരെങ്കിലും വന്നിട്ടൊന്നും മാറിയിരിക്കൂ എന്ന് പറഞ്ഞാൽ മാറിയിരിക്കാൻ കഴിവുള്ളവരാണ്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത്, നിങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഇൽമുള്ളവരെ ഉയർത്തുമെന്ന് പറഞ്ഞത്. അവർക്ക് കസേര പ്രശ്നമല്ല, അവർക്ക് അധികാരം പ്രശ്നമല്ല, അവർക്ക് ചെയർമാൻഷിപ്പ് പ്രശ്നമല്ല, അവർക്ക് പ്രസിഡന്റ് ആകണമെന്നില്ല. അവർ അല്ലാഹുവിന്റെ ഇൽമിനെ ാണ്. കഴിഞ്ഞോ? നിങ്ങൾക്ക് ഇല്ല, കഴിഞ്ഞിട്ടില്ല. മുതഅല്ലിമീങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, ഒരു ഖബറിന്റെ സമീപത്ത് കൂടി ആ ഖബറിൽ പിന്നെ ചോദ്യമില്ല. മുതഅല്ലിമീങ്ങളാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അല്ലാഹു ഫസ്റ്റ് ഗ്രേഡ് കൊടുത്തത് ആലിമിനല്ല, മുഅല്ലിമിനല്ല. പ്രിയപ്പെട്ടവരെ, ടീച്ചർക്കല്ല, അധ്യാപകനല്ല. ആർക്കാ കൊടുത്തത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഫസ്റ്റ് ഗ്രേഡ് കൊടുത്തത് പഠിക്കുന്നവനാണ്, സ്റ്റുഡന്റിനാണ്, മുതഅല്ലിമിനാണ്, വിദ്യാർത്ഥിക്കാണ്. വലിയ പവറാണ് അവര്. അവര് മാലാഖമാരുടെ ചിറകിനടിയിൽ നടക്കുന്നവരാണ്.
മാലാഖമാരുടെ ചിറകിനടിയിൽ നടക്കുന്നവരാണ്. കഴിഞ്ഞോ നിങ്ങൾക്ക് ഇല്ല, കഴിഞ്ഞോ നിങ്ങൾക്ക് ഇല്ല. ഇനി എന്താ ചെയ്യുക? സ്നേഹിച്ചൂടെ നമുക്ക് ഖുർആനിന്റെ ആലിമാകാൻ പറ്റിയില്ല, ഖുർആനിനെ പഠിക്കുന്നവരാകാൻ പറ്റിയില്ല, തിരക്കാണ്. ഖുർആനിനെ സ്നേഹിച്ചൂടെ നമുക്ക്? ആ ഖുർആനിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹം ആത്മാർത്ഥമായി അങ്ങ് അണ പൊട്ടി ഒഴുകിയപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞ വാക്കുകൂടി പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. നബിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ അച്ചടക്കത്തോടെ തലയിൽ ഒരു പ്രാവ് വന്നിരുന്നാൽ തല ഒന്ന് അനക്കുമ്പോ പ്രാവ് പറന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളും മുത്തുനബിയുടെ ചാരത്ത് വന്നിരിക്കുമ്പോ എന്താ അബൂബക്കറേ, എന്താ അബൂബക്കറേ, എന്താ അബൂബക്കറേ? ആ സമയത്ത് റസൂലുള്ളാഹിയോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞത്, എനിക്ക് വല്ലാത്ത ഇഷ്ടമാ നബിയേ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാ നബിയേ അങ്ങയോട്. അബൂബക്കറേ, നിന്റെ ഇഷ്ടം തുറന്നു പറ അബൂബക്കറേ. നബിയേ, എനിക്ക് 3 കാര്യങ്ങളാ ഇഷ്ടമുള്ളത്. എന്താ അബൂബക്കറേ? ഒന്നാമത്തേത് അന്നദറു ഇലാ വജ്ഹിക, എനിക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കണം, എനിക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കണം. എന്ത് സൗന്ദര്യമാ, എന്ത് സൗന്ദര്യമാ! എനിക്ക് അങ്ങയുടെ നോക്കിയിരിക്കണം. ജോലിക്ക് പോണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് ഒന്നും വേണ്ട, എപ്പോഴും അങ്ങയുടെ മുഖത്ത് എനിക്ക് നോക്കിയിരിക്കണം. ഇങ്ങനെയുള്ളവരും കടന്നുപോയി. ഭാഗ്യം കിട്ടിയോ? ഇല്ല. കാണാൻ പറ്റിയോ? ഇല്ല. കണ്ടവരെ കണ്ടോ? ഇല്ല. കണ്ടവരെ കണ്ടോ? ഇല്ല. എത്ര ഹതഭാഗ്യരാണ്! 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടു. സഹോദരങ്ങളെ, സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, പിന്നെന്താ സിദ്ദീഖേ നിന്റെ ആഗ്രഹം? അൽ ജുലൂസു ബൈന യദൈക, അങ്ങയെ കാണാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമല്ല, എനിക്ക് അങ്ങയുടെ അടുത്തൊന്നിരുന്നാ മതി നബിയേ, എനിക്ക് അങ്ങയുടെ സമീപത്തൊന്ന് ഒട്ടിച്ചേർന്നിരുന്നാ മതി നബിയേ. പറ്റിയോ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒന്ന് റസൂലുള്ളാഹി കയ്യിലെ ജിബ്രീലിനെ 3 തവണ കെട്ടിപ്പിടിച്ച് പടച്ചവനെ ഖാബ ഖൗസൈനിയുടെ ബന്ധം സ്ഥാപിച്ച ആ രിസാലത്തിന്റെ കയ്യിലൊന്നും പിടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, ആ കാലിലൊന്ന് തടകിയപ്പോൾ അബൂ താലിബിന് പോലും അല്ലാഹു നരകത്തിന്റെ ശിക്ഷയിൽ ഇളവ് കൊടുത്തെങ്കിൽ ആ കയ്യിലൊന്ന് തൊടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയോ? ഇല്ല. ആ ശരീരത്തോടൊന്ന് ഒട്ടിച്ചേർന്നിരിക്കാൻ പറ്റിയോ? ഇല്ല. വൽ ജുലൂസു ബൈന യദൈക പറ്റിയില്ല. ഇനി എന്താ അബൂബക്കറേ നിനക്ക്? വഇൻഫാഖു മാലി ലദൈക, വഇൻഫാഖു മാലി ലദൈക. അർത്ഥം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ മുഴുവൻ സമ്പത്തും അങ്ങക്ക് വേണ്ടി ചെലവ് ചെയ്യണം. ഇൻഫാഖു, ചെലവ് ചെയ്യണം. മാലി, എന്റെ സമ്പത്തിൽ ലദൈക, അങ്ങക്ക് അല്ല. അർത്ഥം അങ്ങനെയല്ല. ഇൻഫാഖുമാ, എനിക്ക് എല്ലാം ചെലവഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് ചെലവഴിക്കണം. ലീ, അത് എനിക്കുള്ളതാണ്. അങ്ങക്ക് വേണ്ടി എനിക്കുള്ളത് എന്തും ചെലവഴിക്കണം. പൈസ മാത്രമല്ല, പണം മാത്രമല്ല, എനിക്ക് പണം മാത്രമല്ല, ഇൻഫാഖുമാ, ഒന്ന് ചെലവഴിക്കണം നബിയേ. എന്റെ കയ്യിലുള്ളതാണ്. അത് പൈസയാകാം, അത് ജീവനാകാം, എന്തുമാകാം, എനിക്ക് തരണം അങ്ങക്ക്. റസൂലുള്ളാഹിക്ക് വല്ലാതെ ഇഷ്ടം വന്നു. ഈ സിദ്ദീഖിനെ പറ്റി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഖുർആൻ പറഞ്ഞ സ്വാഹിബ് എന്നാണ്. സ്വാഹിബ്, ഒരാളിനെ പറ്റിയേ സ്വാഹിബ് എന്ന ഖുർആൻ പറഞ്ഞോളൂ. അത് സിദ്ദീഖ് തങ്ങളാണ്. ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ മുതൽ അവസാന പ്രിയപ്പെട്ടവരെ, ഉലമാക്കളുടെ പണ്ഡിത വരേണ്യന്മാരിലുള്ള മഹത്തുക്കൾ വരെ അല്ല, ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ, അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും ഈ പള്ളിയിൽ ഒരുമിച്ചുകൂടിയ നിങ്ങളുടെയും ലോകം അവസാനിക്കുന്നത് വരെയുള്ള സകല മനുഷ്യന്റെയും ഈമാൻ എടുത്ത് അടുത്ത തുലാസിന്റെ തട്ടില് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ മാത്രം ഒന്നെടുത്തു വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് ബലമുള്ളതെന്ന് ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ്? എനിക്കങ്ങയെ കാണണം, എനിക്കങ്ങയുടെ സമീപത്തിരിക്കണം, എന്റെതെല്ലാം അങ്ങക്ക് ചെലവഴിക്കണം. മുഅ്മിനീങ്ങളെ,
അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ കാണാൻ നമുക്ക് കഴിയില്ല, ഇരിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി നമുക്ക് കഴിയുന്നത് ഒന്നേ ഒന്ന് മാത്രം, സിദ്ദീഖ് തങ്ങളുടെ ഇഷ്ടങ്ങളിൽ മൂന്നാമത്തെ ഇഷ്ടം നമുക്ക് പറ്റും. അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് ആ സിദ്ദീഖ് തങ്ങളും പരിശുദ്ധമായ ദീനും എന്താണോ മുന്നോട്ട് വെക്കുന്നത്, ആ പരിശുദ്ധമായ ഖുർആനിന് വേണ്ടി ഒരു ചെറിയ ചെലവ് ചെയ്യൽ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹുവിന്റെ ഖുർആനല്ലേ ഭൂമിയിലെ ഹാദിയും ഖബറിലെ ഇമാമും പരലോകത്തെ ശാഫിയുമായ പരിശുദ്ധ ഖുർആനിനെ നാളെ കൈപിടിച്ച് ശരവേഗത്തിൽ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഖുർആനായി മാറാൻ ഖബറിനകത്ത് ചോദിക്കുന്ന സമയത്ത് വൽ ഖുർആനു ഇമാമി എന്ന് നെഞ്ചുറപ്പോടെ പറയാൻ ഈ ഭൂമിയിൽ എന്നെ നിയന്ത്രിക്കുന്നത് ഖുർആനാണെന്ന് ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്ന് ഉണർന്നേ, എല്ലാവരും ഒന്നും മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചേ. റസൂലുള്ളാഹിയെ കാണാൻ പറ്റിയില്ല, അടുത്തിരിക്കാൻ പറ്റിയില്ല, ഉള്ളതൊക്കെ ചെലവ് ചെയ്യാൻ അബൂബക്കർ തങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് നമുക്ക് ചെയ്തൂടെ? ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നമ്മൾ മരണപ്പെട്ടു പോയാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ വിശ്വാസമാണ്, പാവങ്ങളാണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. അൽഫാഹാജി മുതൽ ഇങ്ങേയറ്റം ബഷീർ സാർ വരെ മരണപ്പെട്ടവര് ഖബറിനകത്ത് ഉത്സവലഹരിയായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ആകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഹദീസുകൾ അനുസരിച്ച് അങ്ങനെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ട്? അവര് ഖുർആന് വേണ്ടി പ്രവർത്തിച്ചു, ഖുർആന് വേണ്ടി സമർപ്പിച്ചു, അവരുടെ ഖുർആൻ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഖബറിനകത്ത് പോകുമ്പോൾ ഇമാമായ ഖുർആനിനെ തിരിച്ചറിയാൻ, പരലോകത്ത് ഖുർആൻ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് കൈപിടിച്ചു കൊണ്ടുപോകാൻ ഖുർആനിനെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾ നമുക്ക് ചേരണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെലവാക്കുന്നതോടൊപ്പം ഒരു കുട്ടിയെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു മോനെ അവൻ 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയമൊഴിച്ചിട്ട്, വിശ്രമിക്കുന്ന സമയമൊഴിച്ചിട്ട് ബാക്കി സമയം മുഴുവൻ അവന് ഓതുന്നത് പടച്ചവന്റെ കലാമാണ്, പടച്ചവന്റെ കലാമാണ്. ഹദീസിന്റെ പഠനം പോലുമില്ല, അഖീദയുടെ പഠനം പോലും പിന്നീടാണ്. അവൻ മറ്റ് അഖിലാഖ് പോലും പഠിക്കുന്നത്, സ്വഭാവ സംസ്കരണം പിന്നീടാണ്. അവൻ ഓതുന്നത് മുഴുവനും കലാമുള്ളയാണ്. നിങ്ങൾ കൊടുത്തതെന്തായി? അതാ നമ്മൾ കേട്ടത് ഹാഫിള് സുഹൈബ്. ഇവിടെ ഇതേപോലെ നിങ്ങളോട് ചോദിച്ചാരാ തരുന്നതെന്ന് ചോദിച്ചപ്പോ എവിടെയോ ഇരുന്ന് കൈ ഉയർത്തിയ ഒരാളിന്റെ സന്തതിയാണത്. കഴിഞ്ഞ വർഷം ഇമാമത്ത് നിന്നാളും അസ്ഹറും അങ്ങനെ തന്നെ. പ്രിയപ്പെട്ടവരെ, പാഴായില്ല. എത്രയോ സ്ഥലങ്ങളിൽ നമ്മളെവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ ഇമാമത്ത് നിൽക്കുന്നുണ്ട്. ആർക്കാ ഇതിന്റെ കൂലി? വാപ്പ ജനിപ്പിച്ചു, ഉമ്മ പ്രസവിച്ചു, വളർത്തി, അവർക്ക് പഠിപ്പിക്കണമെന്ന മോഹം വന്ന് പോയി കൊണ്ടുവന്ന് സുരക്ഷിതമായ സ്ഥലത്തേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ലാഭം മുഴുവൻ കൊയ്തെടുത്തത് പഠിപ്പിച്ച ഉസ്താദുമാരല്ല, പഠിപ്പിക്കാൻ സഹായിച്ച പരിപാലകരുമല്ല, ജന്മം കൊടുത്ത മാതാപിതാക്കളും തന്നെയാണ്. പക്ഷേ അതോടൊപ്പം അവരെ പഠിക്കാൻ വേണ്ടി സഹായിച്ച ഓരോരുത്തരും രക്ഷപ്പെട്ടവരാണ്. അവർക്ക് ബാക്കി പത്രമാണിത്. ഖുർആൻ അവരുടെ ഉള്ളറകളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിങ്ങൾക്കൊരാപത്തും വന്നില്ലല്ലോ, അത് നിങ്ങൾ ഖുർആന് കൊടുത്തതിന്റെ പേരിലാണ്. അള്ളാഹു ഇതുവരെ ചെയ്ത മുഴുവൻ സദഖകളും സ്വീകരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഒരു 10 പേര് കൈവക്കണം. 10 പേര്. അൽഹംദുലില്ലാഹ്, മുജീബുർ റഹ്മാനിന്റെ പ്രിയപ്പെട്ട സഹോദരൻ കരമനയിൽ കഴിഞ്ഞ വർഷം കൊടുത്തു. അൽഹംദുലില്ലാഹ്, രണ്ടാമതൊരു കുട്ടിയെ, ഒന്ന് പേര് പറയണേ, പേര് മറന്നുപോയി, അബ്ദുറഹ്മാൻ സാഹിബ്. അൽഹംദുലില്ലാഹ്, സജീവമായി നമ്മുടെ പള്ളിയിൽ ഇബാദത്തിന് വരുന്ന സഹോദരനാണ്. 10 മക്കളെ വന്നേറ്റെടുക്ക്. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ കൊടുത്താൽ മതി 50,000 രൂപ. മൂന്നാമത്തെ സഹോദരൻ അൽഹംദുലില്ലാഹ് 4. അൽഹംദുലില്ലാഹ്, പടച്ചോ സ്വീകരിക്കട്ടെ. ഖുർആൻ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ വിപ്ലവം സൃഷ്ടിക്കണം. ഖുർആനിന് വേണ്ടിയാണ്. ഇവിടെ നമ്മളെ കൂടെ ഒരു കൊല്ലത്തിന്റെ ഇപ്പുറം 5,000, 10,000, 7,000, 3,000 ഉള്ളതനുസരിച്ച് കൊടുത്താൽ മതി. അള്ളാഹു നമ്മളെ കൈയടിയൂല, പടച്ചോ നമ്മളെ കൈയടിയൂല. കാരണം ഇത് ഖുർആനാണ്. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു, ഖമറുദ്ദീൻ സാഹിബ് ഒരു കുട്ടിയെ എടുത്തിട്ടുണ്ട്.
അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ റിയാസ് എന്ന സഹോദരൻ, നമ്മുടെ മഹലിന്റെ ഖജാൻജിയുടെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. ലണ്ടനിൽ ബിസിനസ്സാണ്. അൽഹംദുലില്ലാഹ്. 5 കുട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. 5 കുട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ കയ്യൊടിയല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഇത് നിന്റെ ഖുർആനിനോടുള്ള താല്പര്യമാണ്. ഇവിടെ ചോദിച്ചത് ഖുർആനിനാണ്, പള്ളി വെക്കാനല്ല, പെണ്ണിനെ കെട്ടിക്കാനല്ല. പടച്ചവനെ, നിന്റെ കലാമ പഠിക്കുന്ന കുരുന്നു മക്കളുടെ കുഞ്ഞു വയറ് നിറയ്ക്കാൻ ഒരാളെ ഏറ്റെടുത്തിട്ട് ഒരു കൊല്ല സമയമുണ്ട് അതിന്റെ ഉള്ളിൽ ഘട്ടം ഘട്ടമായി കൊടുക്കാൻ. പടച്ചവനെ, ഏറ്റെടുത്ത ഈ മനസ്സുകളെ, ഈ ശരീരങ്ങളെ നീ നരകത്തിരിടല്ലേ റബ്ബേ. പട്ടിണിയും ദാരിദ്ര്യവും നീ കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, പ്രയാസങ്ങളൊന്നും കൊടുക്കല്ല. നിൽക്കുമ്പോൾ പാചകവാതക സിലിണ്ടറുകളില്ലാതെ, കുക്കിംഗ് ഗ്യാസ് ഇല്ലാതെ പാവപ്പെട്ട സഹോദരങ്ങളുടെ മക്കൾക്ക് അന്നം കൊടുക്കാൻ പറ്റാതെ ഹോട്ടലുകൾ പൂട്ടുന്നു. ഈ മണ്ണിൽ എത്ര ഹോട്ടലുകൾ പൂട്ടി, എത്ര ഹോട്ടലുകൾ. നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. അതും ചെറിയ ഭക്ഷണമല്ല, നല്ല മട്ടൻ ബിരിയാണി തന്നെ കൊടുത്തു. ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇന്ന് വരെ ഗ്യാസ് ഉണ്ടായിരുന്നുള്ളൂ, ഇനി അങ്ങോട്ട് പാചകം ചെയ്യാൻ പറ്റൂല. ഞാന് ഈ സംഘാടകൻ എന്നോട് പറഞ്ഞു, സാറേ ഒന്ന് സ്ത്രീകളുടെ ക്ലാസ്സിൽ പറയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കി, കാരണം പെണ്ണുങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റൂല. സ്വർണം ചോദിച്ചാൽ അവര് തന്നേക്കും, ഗ്യാസ് ചോദിച്ചാൽ ചിലപ്പോൾ തരൂല. അതുകൊണ്ടൊന്ന് ന്യൂട്രലിൽ ചോദിച്ചു, അതേ ന്യൂട്രലിൽ തന്നെ അവരെടുക്കുകയും ചെയ്തു, തന്നില്ല. ഞാന് പിന്നീട് ആരോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഈ മഹലിലുള്ള സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ഒരുപാട് സഹായിയാണ്. ഞാൻ വിളിച്ചു, കോടീശ്വരന്റെ പണക്കാരൻ മരണപ്പെട്ട അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മ ഷുഗർ ബാധിച്ച് രോഗത്തിലാണ്. അല്ലാഹുവേ, ഈ 50,000 രൂപയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ശിഫ നൽകണേ. അല്ലാഹ്, ഞാൻ മാഹീനെ വിളിച്ചു ചോദിച്ചു, മാഹീനെ വിളിച്ച കാര്യം നിനക്കറിയാലോ, ഞങ്ങളുടെ പള്ളിയിലെ ഗ്യാസ് തരാം. അപ്പോ 1 2 ചോദിക്കുന്നു, കേറ്റി പറയുന്ന സ്വഭാവം വേണമല്ലോ, എന്നാലേ അതിന്റെ താഴെ കിട്ടുള്ളൂ. ഒരു 5 എണ്ണം വേണമെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഉസ്താദേ 5 ഗ്യാസ് ഞാൻ തന്നേക്കാം, 5 ഗ്യാസ് സിലിണ്ടർ ഞാൻ തന്നേക്കാം, എനിക്ക് ദ്വാരം തന്നു. അതിന്റെ ചെലവും ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ, നീ കൈയൊടിയല്ലേ തമ്പുരാനെ. ഈ കൊടുത്തവരൊന്നും കോടീശ്വരന്മാരല്ല, അവർക്കറിയാം അവർ കൊടുത്തവരാണ്. മുജീബ് റഹ്മാൻ സാഹിബ് ആ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ മകനെ ഹാഫിളാക്കണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിയെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹം. ഇപ്പൊ കൊണ്ടുവന്ന് 50,000 രൂപ കൊടുത്തു, എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്തു. എന്നിട്ട് ഇപ്പോ അടുത്ത വർഷത്തേക്ക്, കാരണം അറിയാം അവര് നീയത്ത് വെച്ചപ്പോൾ അവർക്ക് കിട്ടിയ ആനുകൂല്യം ചെറുതല്ല, അള്ളാഹു പാഴാക്കിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അബ്ദുൽ ഷഹീറും മുഹമ്മദ് ഫയാസുദ്ദീൻ കഴിഞ്ഞ വർഷം ഒരു കൊടുത്തവരാണ്. അവരെ ഒരു കുട്ടിയെ എടുത്തിരിക്കുന്നത്. എത്രയായി? മൊത്തം എത്രയായി? നമുക്കൊരു 20 എണ്ണം കൂടെ ഒന്ന് വിശാലമാക്കിയിട്ട് കുട്ടികളൊന്ന് ചേർത്ത് നിർത്താൻ കുറച്ചുകൂടി വിപുല അല്ലാഹു
തആല തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. കാരണം പോട്ടെ, എവിടെ ഏത് പള്ളിയിൽ യാത്രയിൽ നമ്മൾ ഇറങ്ങിയാലും ഏത് പള്ളിയിൽ കയറിയാലും തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോ ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് എവിടെയാ മോൻ പഠിച്ചത്, അത് സെൻട്രൽ ജുമാ മസ്ജിദ് അൽ ഫുർഖാൻ അക്കാദമിയിലെ ഹാഫിദാണെന്ന് പറയുമ്പോ നിങ്ങൾക്ക് പറയാം എന്റെ സന്തതിയാണ് നീ, എന്റെ സന്തതിയാണ്. അഭിമാനത്തോടെ നമുക്ക് ഈ ദുനിയാവിൽ തന്നെ ആശ്വസിക്കാൻ കഴിയും. അല്ലാഹു ബറക്കത്തേട്ട്. എത്രയാണെന്ന് പറയാം, എത്രയായി ഒന്ന് കണക്ക് പെട്ടെന്നൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. എത്രയായി? 20 എണ്ണം നമുക്ക് വേണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ. 50,000 ഒരു കൊല്ലത്തിന്റെ ഇപ്പുറം കൊടുത്താൽ മതി. സഹോദരിമാരവിടെ ഇരിപ്പുണ്ട്, ആരെങ്കിലും ഒരാൾ ചെന്നാൽ അവർ ഇൻഷാ അല്ലാഹ് അവരൊരു കുട്ടി ഏറ്റെടുക്കും. ഒരു കുട്ടിയല്ല, അവരെ ഏറ്റെടുക്കും. കാരണം അവർക്ക് അതിനുള്ള മനസ്സുണ്ട്. അല്ലാഹു തആല ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ്. എത്രയായി? മൊത്തം എത്രയായി? ഒന്ന് വേഗം പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എത്രയായി? അവിടെ 4 ആയി, ഇവിടെ എത്രയായി? 9 4 അത് കൂട്ടാതെ 13 ആയി. എത്ര? 15 ആയി ഇൻഷാ അല്ലാഹ്. നമ്മുടെ മുഹമ്മദ് ഈ വർഷം ഹിഫ്ള് പൂർത്തീകരിക്കുന്ന കുട്ടിയാണ്. ആ ഹാഫിദ് താഴത്തിന്റെ സമയത്ത് നമ്മുടെ ഖിയാമുൽ ലൈൽ ഇമാമത്ത് നിൽക്കുന്നുണ്ട്. നല്ല മോന, അല്ലാഹു ഹിഫ്ളിൽ ഖുവത്ത് കൊടുക്കട്ടെ. നല്ല മോന. എല്ലാ മക്കളും നല്ലവരാണ്. എല്ലാ മക്കളും. ഈ മക്കൾ എന്ത് കുരുത്തക്കേട്. ഞങ്ങളൊക്കെ പഠിപ്പിച്ച ഞങ്ങൾ പഠിച്ച പള്ളിയിലൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്കണം. എന്റെ നാട്ടിൽ പോലും ചോദിച്ചു നോക്കണം എന്തോരു കുരുത്തക്കേട്. എന്റെ മോമെന്നപ്പോ 2 ദിവസം കഴിഞ്ഞല്ല, അതിന്റെ 10 ഇരട്ടി ആയിരുന്നു ഞാൻ. അപ്പോ ഈ മക്കൾ ഒരു കുരുത്തക്കേടുമില്ല. അപ്പൊ അല്ലാഹു തആല അനുഗ്രഹിച്ച മുഹമ്മദിന്റെ വാപ്പ ലിയാഖത്ത് അദ്ദേഹം ഒരു കുട്ടിയെ എടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ പിന്നെ സക്കീർ സാഹിബിന്റെ വാപ്പ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു കുട്ടിയെ എടുത്തു. അൽഹംദുലില്ലാഹ്. പടച്ച സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണം തമ്പുരാനെ. ഒരാളെ നീ പാഴാക്കല്ലേ റഹ്മാനെ, ഒരാളെ നീ പാഴാക്കല്ലേ തമ്പുരാനെ. ഖുർആൻ അവരുടെ ഹൃദയത്തിൽ നീ ആ ഹൃദയത്തിന്റെ ഭിത്തികൾ തുറന്ന് ഖുർആനിനെ അവർക്ക് നീ സമ്മാനിച്ചപ്പോൾ അവർക്ക് പറയാൻ കഴിഞ്ഞു. അല്ലാഹുവേ ഒരൊറ്റ ചോദ്യം അവർക്ക് വേണ്ടി എല്ലാ ദുആയും ഞങ്ങൾ ചെയ്യും. പക്ഷേ ഒരൊറ്റ കാര്യം, ഒരു തടസ്സവും ഇല്ലാതെ ഇതവർക്ക് വീട്ടാൻ നീ തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് കൊണ്ട് കൊടുക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അബ്ദുൽ അഹദിന്റെ പിതാവ് അൽഹംദുലില്ലാഹ് ഒരു കുട്ടിയെ എടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ സ്വീകരിക്കട്ടെ. അബ്ദുൽ അഹദ് പിന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹിഫ്ള് പൂർത്തിയാക്കി ദൗറയൊക്കെ നടത്തുന്ന അവസാന പാഠഭാഗം ഇപ്പൊ കേൾക്കും. അബ്ദുൽ അഹദിന്റെ പ്രിയപ്പെട്ട പിതാവ് ഒരു കുട്ടിയെ എടുത്തിരിക്കുകയാണ്. പടച്ചോനെ നീ കബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നൽകണേ. അല്പം എല്ലാ ദിവസത്തെ കാലം ഒരു 5-10 മിനിറ്റ് കൂടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും നിയത്താക്കി വന്നതാണല്ലോ. എന്തായാലും നിയത്താക്കി വന്നത്. നസീബ് ഡോക്ടർ പോലും ലീവ് എടുത്താ നിൽക്കുന്നത്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് പേര്. അല്ലാഹുവേ അവർക്കൊക്കെ, എന്റെ ഭാര്യയുടെ പിതാവ് ഐസിയു കിടക്കുമ്പോൾ നല്ല നിലയിലുള്ള ഇടപെടൽ. എന്റെ ഉമ്മയുടെ ഓപ്പറേഷൻ ഡോക്ടർ യൂസുഫ് സാഹിബ് ഒരുപാട് ഇടപെടൽ നടത്തി. കരമന സൈദലി സാഹിബ്, അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ. ഒരാവശ്യം വരുമ്പോൾ അവരൊക്കെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അല്ലാഹു തആല അർഹമായ കൂലി, നല്ല കൂലി അല്ലാഹു തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കുട്ടി അൽഹംദുലില്ലാഹ് അവിടെ എടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ തമ്പുരാൻ. ബഷീർ സാഹിബ് മസാലക്കട, അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണം തമ്പുരാനെ. അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. കഴിഞ്ഞ വർഷവും നമുക്ക് തന്ന ആളാണ്. ഇൻഷാ അല്ലാഹ് പടച്ച സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് തന്ന സമ്പത്തിലൊക്കെ ബർക്കത്ത് തരട്ടെ. സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളി. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നടത്താനുണ്ട്. എല്ലാവരും സഹകരിക്കാം. വളരെ വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് ചെറിയ ഇതില്ലേ, സ്നാക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. തങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ പഠിക്കുന്ന തങ്ങളുടെ പിതാവും കൂടിയാണ്. അല്ലാഹു ആ മകനെ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് വേഗം ഹാഫിളാക്കി ആ പ്രിയപ്പെട്ട പിതാവിനെ സന്തോഷിപ്പിക്കട്ടെ. ഒരു കുട്ടിയെ എടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അറിയാവുന്നവർക്ക്, അല്ലാത്തവരൊന്നും കൊടുക്കാത്തവരല്ല. ഈ ഇരിക്കുന്ന ഇവരുടെ കണക്ക് പരിശോധിച്ചാൽ ദിവസം കൊടുക്കുന്നവരുണ്ട്, ആഴ്ച കൊടുക്കുന്നവരുണ്ട്, ഇതിലേറെ പൈസ ഇതിനകം കൊടുത്തവരുണ്ട്. കുട്ടികൾക്കല്ല, അല്ലാതെ തന്നെ പള്ളിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ നല്ല കൂലി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് അല്ലാതെ 1-2 പേര് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് ഖബർദി സാഹിബ് നേരത്തെ തന്നെ എന്നെ വിളിച്ച്, ഞാൻ ഉംറയ്ക്ക് പോയ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പൊ കൊടുത്ത ഒരുപാട് സഹോദരങ്ങൾ തൗഫീഖ് UK അത് ഒരു കുട്ടിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റിയാസ് സാഹിബിന്റെ കൂടാതെ ഇൻഷാ അല്ലാഹ് നേരത്തെ ഒരു കുട്ടിയെ എടുത്താണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ബാക്കി കാര്യങ്ങൾ എല്ലാവരും സഹകരിക്കുക. നമ്മുടെ
അള്ളാഹു എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ. പടച്ചതമ്പുരാന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട കാര്യം ദുആ ഏറ്റവും അവസാനമാണ്. ഖത്മുൽ ഖുർആൻ ദുആ ഹാഫിദ് സുഹൈബ് ഇൻഷാ അല്ലാഹ് ദുആലക്കും. അപ്പോ അത് അവസാനമാണ്. അതിനു മുമ്പ് ഒരു കുട്ടി അവസാന പാഠഭാഗം കേൾക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് ഖുറൈശി നമ്മുടെ റൂമിൽ താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കുട്ടിയെ എടുത്തിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ അവസാന പാഠഭാഗം കേൾക്കുകയാണ്. ഹാഫിളാകുന്ന 4 മക്കൾ. ഒന്ന് പരുത്തിക്കുഴി സ്വദേശിയായ ഷമൽ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ മകൻ ഐമൻ അഹമ്മദാണ്. രണ്ടാമത്തേത് മണലിക്കര സ്വദേശി ലിയാഖത്ത് അലി സാഹിബിന്റെ മകൻ മുഹമ്മദാണ്. മൂന്നാമത്തേത് മണക്കാട് സ്വദേശി സുധീർ സാഹിബിന്റെ മകൻ ഫായിസാണ്. നാലാമത്തേത് അഹമ്മദ് ഷാ എന്ന പ്രിയപ്പെട്ട സഹോദരൻ മണക്കാട്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ അഹദാണ്. ഈ രക്ഷകർത്താക്കളും അടുത്തു വരണം, കുട്ടികളും അടുത്തു വരണം ഇൻഷാ അല്ലാഹ്. ആദ്യം ഐമൻ അഹമ്മദിന്റെ അവസാന പാഠഭാഗം ബഹുമാനപ്പെട്ട നമ്മുടെ ഹാഫിദ് ഉസ്താദ് യഹിയ മൗലവി അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്കറിയാം, ഞങ്ങൾ മുമ്പ് അല്ലെ ജനിച്ച് കുറച്ച് വയസ്സായപ്പോഴും ഇവിടെ ഇമാമായിരുന്ന ആളാണ്. അപ്പോ നമ്മുടെ നാടുമായിട്ട് ഏറെ ബന്ധമുള്ള ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി പറയുമ്പോ ഞാൻ ദറസിൽ പഠിക്കാൻ ഇറങ്ങിയിട്ടില്ല. അന്നപ്പോ അദ്ദേഹം ഇവിടുത്തെ ഇമാമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹമാണ് നമ്മുടെ ഹാഫിദ് ഉസ്താദ്. ഇടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. നിങ്ങളുടെ ദുആയൊക്കെ കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സലാമത്താക്കി. അദ്ദേഹത്തിന്റെ രോഗത്തിന് അല്ലാഹു തആല കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഐമൻ അഹമ്മദ് ഷമൽ എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട മകൻ അഫ്സൽ എന്നൊരു സഹോദരനെ കൂടി ഒരു കുട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم ننساكم كما نسيتم. فاليوم لا يخرجون كما منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. വളരെ മനോഹരമായി നമ്മുടെ ഈ ഖിയാമുൽ ലൈലിന്റെ ഇമാമത്ത് നിൽക്കുന്നതാണ്. ആള് കൂടുമ്പോൾ സാധാരണ പേടിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് പേടിച്ചതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനകം 100 തവണ നമ്മുടെ ഓതി കേൾപ്പിച്ചതാണ്. മുഹമ്മദ് ലിയാഖത്ത് അലി സാഹിബിന്റെ മകൻ മുഹമ്മദ് മണലിക്കര. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا
وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله. അടുത്തത് മണക്കാട് സ്വദേശി സുധീർ സാഹിബിന്റെ മകൻ ഫായിസ്. اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. അടുത്തത് മണക്കാട് സ്വദേശി അഹമ്മദ് ഷാ എന്ന സഹോദരന്റെ മകൻ അബ്ദുൽ അഹദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. അടുത്തത് കുട്ടികൾക്ക് തലപ്പാവതിരിക്കലാണ്. ഇൻഷാ അല്ലാഹ് ഐമൻ അഹമ്മദിനെ ബഹുമാനപ്പെട്ട മന്നാനി ഉസ്താദ് അടുത്തത് മുഹമ്മദ് ഹാഫിദ് മുഹമ്മദ് ബഹുമാനപ്പെട്ട നമ്മുടെ അൽ ഫുർഖാൻ ഖുർആൻ അക്കാദമി പ്രൊഫസർ ബഹുമാനപ്പെട്ട യഹിയ ഉസ്താദ് അവர்கள் തലപ്പാവ് ധരിപ്പിക്കും. മണക്കാട് സ്വദേശി ഹാഫിദ് ഫായിസ് ബഹുമാനനായ മഹല്ല് പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സാഹിബ് തലപ്പാവ് ധരിപ്പിക്കും.
മണക്കാട് സ്വദേശി ഹാഫിൽ അബ്ദുൽ അഹദ്, സെക്രട്ടറി ബഹുമാനനായ ഷഹീർ സാഹിബ് തലപ്പാവ് ധരിപ്പിക്കും. ഇവിടെ തന്നെ ഇരിക്കണേ, പെട്ടെന്ന് 5 മിനിറ്റ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ മഹലിന്റെ വകയായി, സെൻട്രൽ ജുമാ മസ്ജിദിന്റെ വകയായി ഓരോ ജോഡി ഡ്രസ്സ് കൊടുക്കാണ്. അതിന് ഹാഫിൽ അഹമ്മദ് ഐമൻ അഹമ്മദിനെ ബഹുമാനനായ നമ്മുടെ ട്രഷറർ നിയാസ് സാഹിബ് ഡ്രസ്സ് കൊടുക്കാൻ. കമ്മിറ്റി ഭാരവാഹികളൊന്നും അടുത്തേക്ക് വന്നേ, സമയം കുറവാണ്. ഹാഫിൽ മുഹമ്മദ്, സെക്രട്ടറി സിബു ജാഫർ നൽകുന്നു. ഹാഫിൽ ഫായിസ്, നമ്മുടെ മെമ്പർ ആരിഫ് സാഹിബ്. അടുത്തതായി ഹാഫിൽ അബ്ദുൽ അഹദിന് നമ്മുടെ മെമ്പർ റാസിഖ് മുഹമ്മദ് സാഹിബ് നൽകുകയാണ്. നമ്മുടെ 50,000 രൂപ സംഭാവന നൽകിയ കമറുദ്ദീൻ സാഹിബ്, അദ്ദേഹം 4 കുട്ടികൾക്കും ഓരോ വസ്ത്രം കൊടുക്കുന്നുണ്ട്. ഹാഫിൽ ഐമന് അഷ്റഫ് സാഹിബ് നൽകുന്നു, കമ്മിറ്റി മെമ്പറാണ്. ഹാഫിൽ മുഹമ്മദിന് കമ്മിറ്റി മെമ്പർ സഹീർ സാഹിബ് നൽകുന്നു. ഹാഫിൽ ഫായിസിന് കമ്മിറ്റി മെമ്പർ കബീർ സാഹിബ് നൽകുന്നു. അബ്ദുൽ അഹദിന് കമ്മിറ്റി മെമ്പർ നിസാമുദ്ദീൻ സാഹിബ് നൽകുന്നു. ഫഖറുദ്ദീൻ സാഹിബ്, അദ്ദേഹം നൽകുന്ന 4 കുട്ടികൾക്കും നൽകുന്ന, എല്ലാ കൊല്ലവും നൽകുന്നതാണ് ഓരോ വാച്ചാണ്. അദ്ദേഹത്തിനെ ക്ഷണിക്കാണ് ഓരോ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായി താജുദ്ദീൻ സാഹിബ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. താജുദ്ദീൻ സാഹിബ് കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് 4 കുട്ടികൾക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഹാഫിൽ ഐമൻ, ഹാഫിൽ മുഹമ്മദ്, ഹാഫിൽ ഫായിസ്, ഹാഫിൽ അബ്ദുൽ അഹദ്. അടുത്തത് നിയാസ് സാഹിബിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, കൊടുക്കുന്ന നിയാസ് സാഹിബിനെ ക്ഷണിക്കുകയാണ്. 4 പേരും എഴുന്നേറ്റ് നിൽക്കും. 4 പേർക്കും കൊടുത്തു. 4 പേർക്കും അവിടെ തന്നെ നിന്നാൽ മതി. നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആസിഫും ആഖിബും എവിടെ വരി, അദ്ദേഹത്തിന്റെ വകയാണ്. നമ്മുടെ പള്ളിയുടെ അഭ്യുദയകാംക്ഷിയാണ്, മുൻ കമ്മിറ്റി മെമ്പറാണ്, അദ്ദേഹത്തിന്റെ മക്കൾ കൊടുക്കാൻ. അടുത്തതായി അൻസർ സാഹിബിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, മകൻ സക്കരിയ, 4 പേർക്കും കൊടുക്കാണ്. പിന്നെ കർണാടകയില് ചിക്കമംഗളൂർ എന്ന് പറയുന്ന ചക്കമക്കി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കർണാടകയിലാണ് ചിക്കമംഗളൂരിൽ അടുത്ത് ചക്കമക്കി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ വളർന്നു പോകുമ്പോ അവിടെ ഒരു വലിയ കാര്യപ്പെട്ട പണ്ഡിതൻ ഉണ്ടായിരുന്നു, CH ഉസ്താദ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ലൈവ് എല്ലാ ദിവസവും കേൾക്കുന്ന സഹോദരിയാണ്. ആ പ്രിയപ്പെട്ട മാതാവ് വളരെ വലിയ ദീനി സ്നേഹിയാണ്. അപ്പോ ഈ പരിപാടി ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ അവരൊരു സംഭാവന നൽകിയിട്ട് പറഞ്ഞു 4 മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു. അത് ഇൻഷാ അല്ലാഹ് അത് ഞാൻ തന്നെ കൊടുക്കണം, അവരുടെ ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് 4 മക്കൾക്കും അത് ഏൽപ്പിക്കുക. ബിസ്മില്ലാ. അള്ളാഹു അവരുടെ സംഭാവന സ്വീകരിക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ട പിതാവ് CH ഉസ്താദിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. ബിസ്മില്ലാ. അടുത്തത് റിയാസ് സാഹിബ്,
അദ്ദേഹത്തിന്റെ ഒരു സംഭാവന കൂടി പെട്ടെന്ന് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അബ്ദുൽ ഖാദർ സാഹിബിന്റെ നാലുപേർ എഴുന്നേറ്റ് നിൽക്കണം. ഇൻഷാ അല്ലാഹ്. അടുത്തത് റിയാസ് സാഹിബ് നൽകുന്ന 4 പേർക്കുമുള്ള ഒരു സംഭാവന. ജനാബ് മുഹമ്മദ് സുബൈർ എം.എസ്. കല്ലാട്ടുമുക്ക്. അദ്ദേഹം കുടുംബത്തിനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി 4 മക്കൾക്കും ഓരോ സംഭാവന നൽകിയിട്ടുണ്ട്. അത് കൊടുക്കുകയാണ്. അടുത്തതായി ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഒരു സമ്മാനം ഫയാസ് ഹമീദ് കൊടുക്കുകയാണ്. ഫഖറുദ്ദീൻ സാഹിബ് വന്നിട്ട് ആ കുട്ടികൾക്ക് കൊടുത്തോളും. ഇനി രക്ഷകർത്താക്കളെ ആദരിക്കാൻ ഇവർക്ക് ഇത് കിട്ടിയെങ്കിലും നമ്മൾ ചെറിയൊരു ആദരവ് കൊടുക്കും. അല്ലാഹു തആല ഒരു വലിയ കിരീടം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗ്യവാന്മാരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യമായി ഷമൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താവ് നമ്മുടെ ഹാഫിൽ അഹമ്മദ് ഐമന്റെ പ്രിയപ്പെട്ട പിതാവാണ്. അദ്ദേഹത്തിനെ നമ്മുടെ റിസ മുഹമ്മദ് സാഹിബ് കമ്മിറ്റി മെമ്പറാണ്. വന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? ഇതിപ്പോ ഉമർ ശിഹാബ് സാഹിബ് കൊടുത്തോട്ടെ. അത് മറ്റേ കൊടുക്കാം. ഷമൽ സാഹിബിന് ഉമർ ശിഹാബ് നമ്മുടെ കമ്മിറ്റി മെമ്പറാണ്. നല്ല അത്യുജ്വല പ്രഭാഷകനാണ്, മോട്ടിവേറ്ററാണ്. അല്ലാഹു തആല ഇൽമിൽ അഭിവൃദ്ധി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തേത് ഹാഫിൽ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താവ് ലിയാഖത്ത് അലി സാഹിബിന് ബഹുമാനനായ റിസ മുഹമ്മദ് സാഹിബ് ആദരവ് നൽകുകയാണ്. പിതാവ് ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചാണ്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അടുത്തതായി ഹാഫിൽ ഫായിസിന്റെ പ്രിയപ്പെട്ട പിതാവ് സുധീർ സാഹിബിനെ നമ്മുടെ ബഹുമാനനായ ഇമാം നിസാർ ബാഖവി ഉസ്താദ് അവറുകൾ ആദരിക്കുകയാണ്. സുബഹിന്റെ ക്ലാസും അതുപോലെ തന്നെ വലിയ നമ്മുടെ 2:30 മണി മുതൽ എല്ലാവർക്കും പരിചയമുള്ള ശബ്ദമാണ്. ദിക്റുകൾ ചൊല്ലി ദ്വാരക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ നിസാർ ഉസ്താദ്, അദ്ദേഹം ഇൻഷാ അല്ലാഹ് ആദരവ് നൽകുക. അടുത്തത് ഹാഫിൽ അബ്ദുൽ അഹദിന്റെ പ്രിയപ്പെട്ട പിതാവ് അഹമ്മദ് ഷാ എന്ന സഹോദരനെ നമ്മുടെ സദർ ഉസ്താദ് മാഹീൻ ഉസ്താദ് ആദരവ് കൊടുക്കുകയാണ്. ഇനി മദ്രസ കുട്ടികൾക്ക് പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് ഫൈസ റാങ്ക് വാങ്ങിയ കുട്ടിയാണ്. +1 മുഴുവൻ A+ വാങ്ങിയ ഹമീദ് എന്ന സഹോദരന്റെ പ്രിയപ്പെട്ട മകനാണ് ഫൈസാൻ ഇസ്മായിൽ ഉസ്താദ്. നമ്മുടെ ഹമീദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ പിതാവിനെ ക്ഷണിക്കുകയാണ്. അടുത്തത് സബീർ സാഹിബ്, അദ്ദേഹം സഫ്വാൻ എന്ന കുട്ടിയുടെ പിതാവാണ്. സബീർ സാഹിബിനെ ക്ഷണിക്കാണ്. അതിന് നമ്മുടെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സാഹിബ് ആദരിക്കും. ആസിയയുടെ ഉപ്പ ഈദ് മുബാറക്ക്, അതുപോലെ ഫസ്നയുടെ ഉപ്പ ഫിറോസ്, ആയിഷയുടെ പിതാവ് നിസാമുദ്ദീൻ, സഫ്വാൻ എന്ന കുട്ടിയുടെ പിതാവ് അൻവർ അലി, അവരൊക്കെ എല്ലാം ഇങ്ങോട്ട് പെട്ടെന്ന് വരിക.
അടുത്ത സഫുവാൻ സബീർ എന്ന പിതാവാണ്. അദ്ദേഹത്തെ നമ്മുടെ പ്രസിഡന്റ് ആദരിക്കുന്നു. അബിയ ഈദ് മുബാറക്, ഒരു വെറൈറ്റി പേരും കൂടിയാണ്. ഈദ് മുബാറക്. അദ്ദേഹം നമ്മുടെ സെക്രട്ടറി. അടുത്തതായി ഫസ്ന എന്ന മകളുടെ പ്രിയപ്പെട്ട പിതാവ് ഫിറോസ് സിബു ജാഫർ ആദരിക്കുന്നു. ആയിഷ എന്ന കുട്ടിയുടെ പിതാവ് നിസാമുദ്ദീൻ സാഹിബ് നിയാസ് സാഹിബ് ആദരിക്കും. നിങ്ങൾ കൊടുത്തോളൂ, ഇത് കൊടുത്തോ, കുഴപ്പമില്ല. ഇത് ആയിഷ എന്ന കുട്ടിയുടെ നിസാമുദ്ദീൻ സാഹിബ്. ഫസ്ന എന്ന കുട്ടിയുടെ പിതാവ് ഫിറോസ് സാഹിബിന് നിയാസ് സാഹിബ് ആദരവ് കൊടുക്കുക. അടുത്ത സഫ്വാൻ എന്ന കുട്ടിയുടെ പിതാവ് അൻവർ അലി എന്ന സഹോദരന് തറാവീഹിന് എല്ലാ ദിവസവും സജീവമായിട്ടുള്ള ഒരു സഹോദരനാണ്. ഗസാലി നമ്മുടെ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം നൽകുകയാണ്. നമ്മുടെ അഭ്യുദയകാംക്ഷിയാണ്, നല്ല സഹായിയാണ്. അദ്ദേഹം കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മുടെ പരിപാടിക്ക് വന്നതാണ്. കാരണം തിരുവനന്തപുരത്തോട്ട് ഫ്ലൈറ്റ് ഇല്ല. ഇനി ഫഖറുദ്ദീൻ സാഹിബിന്റെ ആ ഗിഫ്റ്റ് അദ്ദേഹം നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുക. നമ്മുടെ അദ്ദേഹത്തിന്റെ ആ ഗിഫ്റ്റ് നമ്മുടെ കബീർ സാഹിബ് നൽകുകയാണ്. എല്ലാ വർഷവും നല്ല ക്വാളിറ്റിയുള്ള ഒരു വാച്ച് ഹിഫ്ള് മക്കൾക്ക് നൽകാറുണ്ട്. ഹാഫിൽ മുഹമ്മദ്, ഹാഫിൽ ഐമൻ, ഹാഫിൽ അബ്ദുൽ അഹദ്, ഹാഫിൽ ഫായിസ്. ഉസ്താദ്മാരെ ആദരിക്കലാണ്. ബഹുമാനപ്പെട്ട മന്നാനി ഉസ്താദിനെ നമ്മുടെ പ്രസിഡന്റ് ഇൻഷാ അല്ലാഹ് ആദരിക്കും. എന്നെ ആദരിക്കാൻ ഞാൻ വിളിച്ച പറ്റൂല. അടുത്തത് നമ്മുടെ പറഞ്ഞ നിസാർ ഉസ്താദിനെ നമ്മുടെ സെക്രട്ടറി ഷഹീർ സാഹിബ് ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട യഹിയ ഉസ്താദിനെ നിയാസ് സാഹിബ് ആദരിക്കുന്നു. വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്ത് വളരെ ഭംഗിയായി, അഭിമാനമാണ്. ആസ്വാദനങ്ങൾ, ആരാധനയ്ക്കപ്പുറത്ത്, ആസ്വാദനത്തിനപ്പുറത്ത് അഭിമാനം കൂടിയായി ഹാഫിൽ സുഹൈബ് ഹംദാനിയും കൂടിയാണ്. അദ്ദേഹം PG, ആ മോനെ PG പഠിക്കുക, PGക്ക് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ മലേഷ്യയിൽ PGക്ക് പിന്നെ പോയി അതിന്റെ പഠനത്തിലാണ്. നല്ല മനോഹരമായി നമുക്ക് ഈ പരിശുദ്ധമായ തറാവീഹിനെ ഹയാത്താക്കുന്ന ആ ഹാഫിൽ സുഹൈബ് ഹംദാനി, മുമ്പ് സുഹൈബ് എന്നൊക്കെ വിളിക്കുക, ഇപ്പൊ ഹംദാനിയാണ്. അതിനെ നമ്മുടെ ഖജാൻജി സെക്രട്ടറി സിബു ജാഫർ സാഹിബ് ആദരിക്കുക. അടുത്തതായി നമ്മുടെ ഷാഹുൽ ഹമീദ് ഉസ്താദിനെ നമ്മുടെ കബീർ സാഹിബ് ആദരിക്കുകയാണ്. അടുത്തത് മാഹീൻ ഉസ്താദിനെ. മദ്രസയുടെ റിസൾട്ട് ഒക്കെ വളരെ പോസിറ്റീവാണ്, അൽഹംദുലില്ലാഹ്. വളരെ മക്കളെല്ലാരെയും പഠിപ്പിക്കണം. നമ്മുടെ മദ്രസയിൽ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്, ഹിഫ്ളിന്റെയും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഹാഫിൽ പിന്നെ മാഹീൻ ഉസ്താദിനെ ബഹുമാനനായ റാസിഖ് മുഹമ്മദ് സാഹിബ് ആദരിക്കുന്നു.
അടുത്തതായി ഇസ്മായിൽ ഉസ്താദിനെ. അദ്ദേഹവും പണ്ട് നമ്മുടെ പള്ളിയിലെ ഇമാമായിരുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദിനെ നമ്മുടെ ആരിഫ് സാഹിബ് ആദരിക്കുന്നു. ആരിഫ് സാഹിബ് ജാർഖണ്ഡിൽ നിന്ന് നമ്മുടെ ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി സേവനം ചെയ്യുന്ന നമ്മുടെ നഈം അദ്ദേഹത്തെ സഹീർ സാഹിബ് ആദരിക്കുക. അടുത്തത് നമ്മുടെ അബ്ദുൽ വഹാബ് സാഹിബ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാലോ. അപ്പൊ അദ്ദേഹത്തെ വളരെ വലിയ സേവനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഉമർ ശിഹാബ് സാഹിബ് ആദരിക്കാൻ. ഇതോടുകൂടി ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഈ ഹാഫിളീങ്ങളായ ഹാഫിളീങ്ങളല്ലാത്ത ഇപ്പൊ ഹാഫിളായ 4 മക്കളല്ലാത്ത ബാക്കി 9 മക്കൾക്കും വേണ്ടി ഒരു സംഭാവന നിയാസ് സാഹിബ് നൽകിയിട്ടുണ്ട്. ഡ്രസ്സാണ്. ഇൻഷാ അല്ലാഹ് വാപ്പ നിയാസ് സാഹിബിന്റെ പ്രിയപ്പെട്ട പിതാവ് നമ്മുടെ ഷമീം സാഹിബിന്റെ വാപ്പ മരണപ്പെട്ട അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ അളിയനാണ്. വളരെ സജീവമായി ഇബാദത്തുകളിൽ സാന്നിധ്യമുള്ള പ്രിയപ്പെട്ട നമ്മുടെ നിയാസ് സാഹിബിന്റെ പിതാവ് അദ്ദേഹം നൽകുകയാണ്. ഇഹ്സാൻ തങ്ങൾ പെട്ടെന്ന് മുഹമ്മദ് ജാസിർ അബ്ദുള്ള ജിബിരി ഇബ്രാഹിം അബ്ദുള്ള ആബിദ് ഹാഫിസ് യാസീൻ അഷ്ഫഖ് അബ്ദുള്ള കിട്ടി. ഇതോടുകൂടി പിന്നെ ഇത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഖത്മുൽ ഖുർആൻ ദുആയാണ്. നമ്മുടെ ഇതുവരെ ഓതി വന്നതിനെ ഖത്മ ചെയ്തതിന്റെ ദുആയാണ്. പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു തആല നല്ല സവാബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതിനു മുമ്പ് ഇവിടത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയിൽ വന്നു. റമദാനാവുമ്പോ വരുമല്ലോ, ഓരോ വക്തത്തിലും വരും. അപ്പൊ നമ്മളൊക്കെ ഒരു മടിയുമില്ലാതെ കൊടുക്കുന്നവര്. ഈ അടുത്ത സമയത്ത് ഒരു പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു വണ്ടി ഇടിച്ച് വീണയാണെന്ന് പറഞ്ഞു. അപ്പൊ ആരാ വണ്ടി പള്ളിക്കകത്ത് ചോദിച്ചാൽ നോക്കി നടക്കണ്ടായിരുന്നു. വണ്ടി ഇടി പോയി കാരണം ആരെന്നാണ് ചോദിച്ചു. അപ്പൊ അതൊന്നും ഇല്ലാതെ വന്ന എല്ലാവരെയും മാനസികമായി വേദനിപ്പിക്കാതെ ഓരോ വക്കത്തിലുണ്ടായിരുന്നു ആളുകൾ. ഉസ്താദുമാരുടെ അല്ലാത്തവരുടെ ഒക്കെ ഉണ്ട്. പക്ഷെ അൽഹംദുലില്ലാ നല്ല മനസ്സോടുകൂടി നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ജോലി ആ ഉസ്താദുമാര് നമ്മളെ വീട്ടുകാരാണ്. അവർക്ക് നല്ലൊരു സംഭാവന എല്ലാവരും ഈ ബക്കറ്റ് കൊണ്ടുവരും. അവർക്ക് നല്ലൊരു സംഭാവന. ഞാൻ ഒന്നുകൂടെ എല്ലാ കൊല്ലവും പറയാം, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നുണ്ടാ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിനകത്ത് കാര്യമായി ഇടണം. അള്ളാഹു ജാരിയായ സ്വതക്കൽ ഉൾപ്പെടുത്തട്ടെ. അത് അതിന്റെ വഴിയിൽ നടക്കും ഇൻഷാ അല്ലാഹ്. ഈ ഖത്മുൽ ഖുർആൻ ദുആക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹാഫിൽ സുഹൈബ് ഹബ്ദാനിയെ ക്ഷണിച്ചുകൊള്ളേ.
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم آنس وحشتنا في قبرنا. اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وآناء النهار واجعله لنا حجة يا رب العالمين. صدق الله العظيم صدق الله العظيم صدق ورسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين. ربنا تقبل منا إنك أنت السميع العليم. اللهم ارزقنا بكل حرف من القرآن حلاوة وبكل جزء من القرآن جزاء. اللهم ارزقنا بألف ألفة وبالباء بركة وبالتاء توبة وبالثاء ثوابا وبالجيم جمالا وبالحاء حكما وبالخاء خيرا وبالدال دليلا وبالدال ذكاء وبالراء رحما وبالزاء زكاة وبالسين سعادة وبالشين شفاعة وبالصاد صدقا وبالضاء ضياء وبالطاء تراوى وبالضاء ظفرا وبالعين علما وبالغين غنى وبالفاء فلاحا وبالقاف قربا وبالكاف كلاما وباللام لطفا وبالميم موعظا وبالنون نورا وبالواو مسلا وبالهاء هدايا وبالياء يقينا. اللهم انفعنا بالقرآن العظيم ورفعنا بالآيات والذكر الحكيم. اللهم تقبل منا قراءتنا وتجاوز عنا مكان في تلاوة القرآن من خطأ أو نسيان أو تحريف كلمة عن مواضعها أو تقديم أو تأخير أو زيادة أو نقصان أو تأويل على غير ما أنزلته عليه أو ريب أو شك أو سهو أو سوء إلحان أو تعجيل عند تلاوة القرآن أو كسل أو سرعة أو زيغ لسان أو وقف بغير وقوف أو إدغام بغير مدغم أو إظهار بغير بيان أو مد أو تشديد أو همزة أو جزم أو إعراب بغير ما كتب أو قلة رغبة ورهبة عند آيات الرحمة وآيات العذاب فاغفر لنا ربنا واكتبنا مع الشاهدين. اللهم نور قلوبنا بالقرآن. اللهم نور قلوبنا بالقرآن وزين أخلاقنا بالقرآن ونجنا من النار بالقرآن وأدخلنا الجنة بالقرآن يا رب العالمين. اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا. فاكتبنا على التمام وارزقنا آداء بالقلب واللسان وحب الخير والسعادة والبشرة من الإيمان. وصلى الله تعالى وسلم على خير خلقه سيدنا محمد مظهر لطفه ونور عرشه سيدنا محمد وعاله وصحبه أجمعين. റഹ്മാനായ തമ്പുരാനെ, കരുണയുള്ള അല്ലാഹു നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ. നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ നമസ്കാരം
നമസ്കാരങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നമ്മുടെ ഇബാദത്തിനെ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ അദ്കാറുകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നമ്മുടെ തറാവീഹിനെ നീ സ്വീകരിക്കണേ അല്ലാ. നിങ്ങൾ ഓതിയ ഖതമുൽ ഖുർആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഓരോ ഹർഫിനും അർഹമായ പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ. ഇതിന്റെ എല്ലാ മിസ്ലു സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മുന്നോറുകളുടെ കബറിടങ്ങളിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. അവർക്ക് ഇതൊരു ആനന്ദമാക്കണേ അല്ലാ. അവർക്ക് സന്തോഷമാക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ നിറവേറ്റണേ അല്ലാ. നമ്മുടെ പ്രയാസങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന പലർക്കും നീറുന്ന നൂറു നൊമ്പരങ്ങളാണ് അല്ലാ. അവരുടെ പ്രയാസങ്ങൾ അറിയുന്ന തമ്പുരാനെ. നിന്റെ അടുക്കലെല്ലാം തുറന്ന പുസ്തകമാണല്ലോ അല്ലാ. എല്ലാം നീ ദൂരീകരിക്കണേ തമ്പുരാനെ. ഒരുപാട് ഉപ്പമാരുണ്ട് അല്ലാ, ഒരുപാട് ചെറുപ്പക്കാരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. പലരും പലവിധ രോഗങ്ങൾക്ക് അടിമകളാണ് അല്ലാ. അവരുടെ രോഗങ്ങൾ അറിയുന്ന തമ്പുരാനെ. നീ അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാ. വിവാഹപ്രായം എത്തിയവരുണ്ട്, നീ അനുയോജ്യമായ ഇണകളെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, കുഞ്ഞു മക്കളുണ്ട് അല്ലാ, നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഹാഫിളീങ്ങളാക്കണേ തമ്പുരാനെ. നാളെ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഇന്നെല്ലാ ഉപ്പമാർക്കും ഉമ്മമാർക്കും മക്കളെ കാര്യത്തിൽ ബേജാറാണ് തമ്പുരാനെ. അല്ലാഹുവേ, മക്കളെ കാരണത്താൽ തലകുണിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ തമ്പുരാനെ. മക്കളെ കാരണത്താൽ നീ തലകുണിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. നാളെ കൈപിടിച്ച് സ്വർഗത്തിൽ കയറ്റുന്ന മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. അവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലെത്താൻ അവർ കാരണക്കാരാണ് അല്ലാ. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു തമ്പുരാനെ. ഒരുപാട് കഷ്ടതകൾ സഹിച്ചു അല്ലാ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പലരുടെയും മാതാപിതാക്കൾ ഇന്നാറടി മണ്ണിലാണ് തമ്പുരാനെ. അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂന്തോപ്പാക്കണേ തമ്പുരാനെ. കണ്ണത്താതോരം നീ വിശാലമാക്കണേ അല്ലാ. ഇതിന്റെ എല്ലാ മിസ്ലു സവാബ ഖബറിടങ്ങളിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരക രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മാറാ രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ കടിമകളാക്കല്ല അല്ലാ. താങ്ങാൻ കഴിയില്ല തമ്പുരാനെ. ശരീരം കീറി മുറിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ല തമ്പുരാനെ. അപകടങ്ങൾ തരല്ലേ അല്ലാ. അപകട മരണങ്ങൾ തരല്ലേ തമ്പുരാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ ആഖിറത്ത് നീ നന്നാക്കണേ അല്ലാ. നമ്മുടെ അന്ത്യം നീ നന്നാക്കണേ തമ്പുരാനെ. മരണം ഖൈറാകുന്ന സമയത്ത് അല്ലാഹുവേ, കലിമ ചൊല്ലി സ്വർഗ്ഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. റൗള കണ്ട് സലാം പറയാതെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് കിനാവ് കാണിക്കണേ അല്ലാ. എന്റെ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് തമ്പുരാനെ. പുന്നാട് നബിയോടുള്ള പ്രേമം കൊണ്ടാണ് അല്ലാ. മരിക്കുന്നതിന് മുമ്പ് കിനാവ് കാണിക്കണേ തമ്പുരാനെ. ആ ഭൂമിയിലെത്താതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. സന്തോഷം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്തും നിരവധി മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് അല്ലാ. അല്ലാഹുവേ, നിരപരാധികളാണ് തമ്പുരാനെ. നീ മോചനം നൽകണേ തമ്പുരാനെ. മോചനം നൽകണേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ നാടിനെ സ്വീകരിക്കണേ അല്ലാ. ഈ നാട്ടുകാരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പള്ളിയെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ പരിപാലകരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇഫ്താറിനും അത്താഴത്തിനും സഹായിച്ചവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവരുടെ ആഗ്രഹങ്ങളെ നീ നിറവേറ്റണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. നാളെ സ്വർഗീയ ഭക്ഷണം നീ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയം നീ കുടിപ്പിക്കണേ തമ്പുരാനെ. അവരുടെ
ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നീ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുന്നിലേക്ക് നീട്ടിയ ഈ കരങ്ങൾ അല്ലാഹുവേ മറ്റാരുടെ മുമ്പിലേക്ക് നീട്ടേണ്ട അവസ്ഥ നീ വരുത്തല്ല തമ്പുരാന്. നിന്റെ മുന്നിലേക്ക് കുനിക്കുന്ന ശിരസുകൾ മറ്റാരുടെയും മുന്നിലേക്ക് കുനിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ പട്ടിണി കൊണ്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ, ദാരിദ്ര്യം നിന്ന് പരീക്ഷിക്കല്ല അല്ലാ, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ, സന്താനങ്ങളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മുന്നിലേക്ക് നീട്ടി ഈ കരങ്ങൾ നിന്റെ മുന്നിലേക്ക് നീട്ടാൻ അർഹതയുള്ള കരങ്ങളല്ല തമ്പുരാനെ. പാപികളാണ് അല്ലാ, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് തമ്പുരാനെ. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയാൻ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ നീ അല്ലാതൊരിടമില്ല തമ്പുരാന്. നീ തട്ടിയാൽ നീട്ടാൻ വേറൊരിടമില്ല അല്ലാ. നീ സ്വീകരിക്കണേ തമ്പുരാന്, നമ്മുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ല തമ്പുരാന്, ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ പേരിൽ ഞങ്ങളെ നീ ഒഴിവാക്കല്ല തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا يا كريم. اللهم إنك عفو تحب العفو فاعف عنا يا كريم. اللهم إنك عفو تحب العفو فاعف عنا يا كريم. يا رحيم يا الله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹാഫിദിനെ മുസാഫഹത്ത് ചെയ്ത് പോകണം. പിന്നെ 1:30 മണിക്ക് ഇൻഷാ അല്ലാഹ് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1:30 മണിക്ക് തസ്ബീഹ് നമസ്കാരം ബഹുമാനപ്പെട്ട ഇമാം ഉസ്താദ് അവർകൾ 1:45 ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് തുടർന്ന് ഇൻഷാ അല്ലാഹ് ദിക്ർ 3:30 മണിക്ക്, എല്ലാ ദിവസവും 4 മണിക്കാണ് അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ 3:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പിരിയും. അതിനിടെ അതുവരെ ഇബാദത്തുകൾ ഉണ്ടായിരിക്കും, ദിക്ർ, അതുപോലെ തന്നെ തസ്ബീഹ് നമസ്കാരം, അതുപോലെ ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഒരു 1 മണി 1:15 സ്വന്തമായി വന്ന ഇബാദത്തുകളൊക്കെ ചെയ്ത് ദ്വാരക്ക് 1:30 മണിക്ക് ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ഇബാദത്ത് ആരംഭിക്കും. എല്ലാവരും മുസാഫഹത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചെയ്യും മുസാഫഹത്ത്. എല്ലാവരും മുസാഫഹത്ത് പോകുന്നവരൊക്കെ മുസാഫഹത്ത് ചെയ്തിട്ട് പോയി ഇൻഷാ അല്ലാഹ്. ഒരു സംഭാവന കൂടി കൊടുക്കുകയും നമുക്ക് ഇമാമത്ത് നാളല്ലേ.